ബ്രഹ്മസൂത്രം ഒന്നാം സൂത്രത്തിന്റെ 32ാമത്തെ പേജിന്റെ അവസാന ഭാഗം മുതൽ നനു ധർമ്മ ബ്രഹ്മജിജ്ഞാസയോ കാര്യകാരണത്വഭാവേപി ആനന്ദര്യുക്തിദ്വാര ക്രമജ്ഞാനാർത്ഥോ അധ അധ ശബ്ദ ക്രമത്തിന്റെ ക്രമജ്ഞാനത്തിന് വേണ്ടിയാണ് അധശബ്ദ പ്രയോഗം നടത്തിയത്. എങ്ങനെ? മുമ്പ് നമ്മൾ ധർമ്മ തമ്മിൽ കാര്യകാരണഭാവം ഇല്ലാത്തത് കൊണ്ട് ക്രമമില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനെ പൂർവപക്ഷി സമ്മതിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് കയറുകയാണിത്. നനു അങ്ങനെയാണെങ്കിലും എന്ന് പൂർവപക്ഷി ആശങ്ക ഉന്നയിക്കുന്നതാണ്. നനു ധർമ്മ ബ്രഹ്മജിജ്ഞാസയോ കാര്യകാരണത്വ അഭാവേപി. ബ്രഹ്മജിജ്ഞാസയും ധർമ്മജിജ്ഞാസയും തമ്മിൽ പരസ്പരം കാര്യകാരണഭാവ സംബന്ധമില്ലെങ്കിലും ആനന്ദര്യുക്തിദ്വാരാ ക്രമജ്ഞാനാർത്ഥോ ആനന്ദര്യ കഥനം വഴി ക്രമജ്ഞാനത്തിന് വേണ്ടിയാണ് അധശബ്ദ പ്രയോഗം നടത്തിയത്. അഥ എന്ന് പറഞ്ഞ എന്തർത്ഥം കിട്ടും? ആനന്ദര്യാർത്ഥം. ആനന്ദര്യം പറയാൻ വേണ്ടിയ എന്ത് അധ പറയുന്നത്. അപ്പൊ ആനന്ദര്യം കാണുമ്പോൾ അതിന്റെ ക്രമം മനസ്സിലാക്കാം. അപ്പൊ ക്രമം ഉള്ള സ്ഥലത്ത് എന്തുണ്ടാവും? ആനന്ദര്യം ഉണ്ടാവും. അപ്പൊ ആനന്ദര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ക്രമം മനസ്സിലാക്കാമെന്ന് അർത്ഥം. ആ ക്രമജ്ഞാനത്തിന് വേണ്ടിയാണ് അധശബ്ദ. ഏതുപോലെ? എന്ന് ദൃഷ്ടാന്തം കാണിച്ചു തരാം. ഹൃദയസ്യ അഗ്രേ അവദ്യോതതി അഥ ജിഹ്വായാഹ അഥ വക്ഷസഃ ഇതി അവദാനാനാം കർമ്മജ്ഞാനാർത്ഥ അധശബ്ദവത്. അവദാനം ദോ അവഖണ്ഡന എന്ന് പറയും. മുറിച്ചെടുക്കുന്നതിനാണ് അത് അവദാനം എന്ന് പറയുന്നത്. അവധാനമല്ല. അവധാനം എന്ന് പറഞ്ഞാല് മനസ്സിലാക്കലാണ്. ഇവിടെ അവദാനം എന്ന് പറഞ്ഞാല് ദോ അവഖണ്ഡന ധാതുവിൽ നിന്നായതുകൊണ്ട് മുറിക്കുക എന്നർത്ഥം. അപ്പൊ മുറിച്ചെടുക്കുകയാണ്. ഒരു പശു എന്ന് ഉദ്ദേശിച്ചത് മൃഗം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ യാഗസ്ഥലത്ത് പ്രത്യേകിച്ച് പശുവിന്റെ പേര് പറയാതെ പശു വന്നിട്ടുണ്ടെങ്കിൽ അതിനവര് വിചിന്തനം നടത്തി ചിന്തിച്ചിട്ടുണ്ട്. അത് എന്താണ്? കോലാടാണെന്നുള്ള കാര്യം. ടീക്ക്. ചാകമൃഗം എന്നാണ് അവിടെ പറയാം. ചാകമൃഗം എന്ന് പറഞ്ഞാൽ കോലാടാണ്. മറ്റ് ഗോ ഉണ്ടല്ലോ, ഗോ തന്നെ നിങ്ങളെ പശു ഹവനം നടത്തിയിട്ടുണ്ട്. അത് ഇല്ല എന്നല്ല. ടീക്ക്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിന്റെ വധം നടന്ന ശേഷമല്ലേ ഹൃദയാദികൾ മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ക്രമം കണ്ടോ? അഗ്രേ എന്ന് ഉദ്ദേശിച്ചതേ ആദ്യം എന്ന അർത്ഥത്തിലാണ്. ഹൃദയസ്യ അപദ്ധ്യതി, ഹൃദയത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുക്കും. അതിന്റെ ഹവനം കഴിഞ്ഞാൽ അഥ ജിഹ്വായാഹ, നാക്ക് മുറിച്ചുകളി എന്നൊക്കെ പറയത്തില്ലേ, ഇതാണ് നാക്ക് മുറിച്ച് ഇതിനെയും കൊടുക്കും ഹവനം. അഥ വക്ഷസഹ, പിന്നെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് മുറിച്ചെടുത്ത് ഹവനങ്ങൾ. ഇത് പ്രജാപതിയർ വഭാം ഉതകിതത് എന്ന് പറഞ്ഞതുപോലെ അർത്ഥവാദമൊന്നല്ല, ഇത് ചെയ്യേണ്ട സ്ഥലമാണിത്. ഇതി അവദാനാനാം ക്രമജ്ഞാനാർത്ഥ അധശബ്ദവത്. അവദാനങ്ങളുടെ മുറിച്ചെടുക്കലുകളുടെ ക്രമം അറിയാൻ വേണ്ടിയിട്ടാണ് അഥ 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 എന്ന് പറഞ്ഞു പോയത്. ഇന്നതിന് ശേഷം ഇന്ന് ചെയ്യണം എന്നാണ്. നിങ്ങൾ പൂർവ്വമീമാംസ ഗ്രന്ഥം കണ്ടാൽ അവിടെയും മനസ്സിലാവും കേട്ടോ. ഏത് പശുഹിംസ നടത്തിയിരുന്നു, പശുവധം തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ കാശിയിൽ ഒരു കാലത്ത് സുപ്രീം കോടതി വരെ എത്തിയ സംഭവമാണല്ലോ പശു വധം നിരോധിക്കണം ഇന്ത്യയിൽ മൊത്തം പറഞ്ഞിട്ട്. അന്നപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്തത് യാഗത്തിലെ ഗോവിനെ വധം ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ലോകത്ത് പാടില്ല? വധം ചെയ്തിട്ട് സ്വർഗത്ത് പോകാൻ പറ്റുമെങ്കിൽ പിന്നെ നരകത്ത് പോകാൻ ഏത് മാർഗമാണ് ചോദിക്കുന്ന പോലെയാണ് സംഭവം. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീരുമാനം എടുക്കുന്ന കോടതിയാണെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ തീരുമാനം വരത്തുള്ളൂ. അതായത് നിങ്ങളുടെ പശു ഹിംസ അധർമ്മജനിക ഹിംസാത്വാദ്, പശു വധം അധർമ്മത്തെ ജനിപ്പിക്കുന്നതാണ്, ഹിംസ ആയതിനാൽ എന്നുള്ള അനുമാന സ്ഥലത്ത് നിങ്ങൾ ഇന്ന് എന്ത് പഠിച്ചിരുന്നു? തർക്കസംഗ്രഹത്തില് ഹേത്വാഭാസ അഞ്ചെണ്ണം പഠിച്ചിരുന്നു അല്ലേ? അവിടെ അസിദ്ധി തത്പ്രതിപക്ഷ എവിടും തുടങ്ങും? സവ്യഭിചാര വിരുദ്ധ തത്പ്രതിപക്ഷ അസിദ്ധി വരെ വന്നിരുന്നു. ആ അസിദ്ധിയെ നമ്മൾ മൂന്നാക്കിയിരുന്നു. അതിലൊന്നാണത് വ്യാപ്യത്വാസിദ്ധി. വ്യാപ്യത്വാസിദ്ധി സ്ഥലത്ത് വ്യാപ്തിയുടെ അഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപാധി കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഈ അനുമാന സ്ഥലത്ത് ഉപാധി കൊടുത്തിട്ട് നിങ്ങൾ അനുമാനത്തെ തോൽപ്പിച്ചിട്ട് പശു ഹിംസ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്.
തർക്കസംഗ്രഹത്തിന് സമാനമായിട്ട് എന്ന് പറഞ്ഞാൽ ന്യായത്തിന് സമാനമായിട്ട് തന്നെയാണ് നിങ്ങൾ വേദാന്തികളും വധം മാനിക്കുന്നുണ്ട്. ജഗത്ത് മിഥ്യാട്ടോ, പക്ഷെ വധം ചെയ്താൽ സ്വർഗത്തിൽ പോവാം. ഇതാണ് ഇതിന്റെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നത്. പ്രൊഡക്ഷൻ എന്ത് ചെയ്യാനപ്പോ അങ്ങനെ വിധിച്ചു എന്നുള്ളതിൽ ഒരു അവിടെ ചെയ്തോ. ഇനി അതിനും അവിടെ ഇപ്പോൾ വധം നടത്തിക്കൊണ്ട് അവിടെ ചെന്നാല് വധത്തിന്റെ പ്രായശ്ചിത്വമുണ്ട്. പ്രായശ്ചിത്തം ചെയ്യാതെ സ്വർഗത്തിൽ പോയാലും ദുഃഖം അനുഭവിക്കേണ്ടി വരും. അല്ലാതെ അവിടെ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തതിനാൽ ഞങ്ങൾക്ക്, ശ്രദ്ധിച്ചോ ഞാൻ പറയുന്ന കാര്യം എന്താ? നിങ്ങളുടെ നമ്മൾ പണ്ട് യോഗസൂത്രം പഠിച്ച സമയത്ത് അവിടെ കണ്ടിട്ടുണ്ട് പഞ്ചശിഖാചാര്യന്റെ വചനം, സ്വൽപ്പം പ്രത്യവമർശ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും ഇവിടെ ചെയ്ത് വധം എന്നുള്ള പാപത്തിന്റെ ഫലമായിരിക്കുന്ന ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത് എപ്പോഴാ ആ വധത്തിന്റെ പ്രായശ്ചിത്തം ചെയ്തില്ലായിരുന്നു എങ്കിൽ, ആ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കർമ്മത്തിൽ നിന്ന് പാപയിച്ചിട്ടില്ലേ? പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾ ആ അനുമാനത്തെ വിഹിതത്വാദെന്ന് ഉപാധി പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുക? വേദത്തിൽ വിഹിതമായതിനല്ല, ഉപാധി വെച്ചു കൊടുക്കാനാണ് വിഹിതത്വാദ്, വേദവിഹിതത്വാദ്. ലോകത്തിലെ വധം വേദവിഹിതമല്ല, പക്ഷേ യാഗസ്ഥലത്തുള്ള വധം വേദവിഹിതമാണ്. വേദവിഹിതത്വത്തെ ഉപാധിയാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ അനുമാനത്തെ ഖണ്ഡിച്ചു. അങ്ങനെ അനുമാനത്തെ, അതായത് ഒരു വിഷയത്തിൽ നമുക്ക് ഖണ്ഡിക്കലും മണ്ഡലം നടത്തലൊക്കെ സംഭവമൊക്കെ നടക്കും. പക്ഷേ യഥാർത്ഥ സ്ഥിതി വിചിന്തനം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെയ്ത കർമ്മത്തിന് ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ പാപം ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാപജനിക എന്നുള്ള സ്ഥലം ഒഴിവാക്കാൻ പാടില്ലായിരുന്നു, അല്ലേ? അപ്പൊ എന്താ ഇവിടെ ക്രമം കാണുന്നത് പോലെ എന്തുകൊണ്ട് അധശബ്ദം ക്രമത്തിനാവാൻ പാടില്ല? അഥ ഇനി ഭാഷ്യം കാണും. ഇത്യാശങ്ക്യ ആഹ എന്നാണ്. ഈ ഒരു ആശങ്ക നടത്തി ഉത്തരം പറയാണ്. ആശങ്കയും കാണാം, ഉത്തരവും കാണാം. ഭാഷ്യം യഥാച 33-ാം പേജിലാണ് ഭാഷ്യം. യഥാച ഹൃദയാദി അവദാനാനാം ആനന്ദര്യ നിയമഃ ക്രമസ്യ വിവക്ഷിതത്വാത് ന തഥാ ഇഹ ക്രമോ വിവക്ഷിതഃ. എപ്രകാരം ഹൃദയാദികളുടെ അവദാന സ്ഥലത്ത് ഹൃദയത്തെ അവഖണ്ഡനം നടത്തിയിട്ട് ഹോമിക്കാൻ വേണ്ടി എടുക്കുന്നു. ആദ്യം പശുവിന്റെ ഹൃദയത്തെ ഖണ്ഡനം നടത്തി ഹോമിച്ചു, പിന്നെ ജിഹ്വ നാക്കിനെ, പിന്നെ വക്ഷസിനെ. ഇപ്രകാരം ഹൃദയാദി അവദാനാനാം ആനന്ദര്യത്തിന് നിയമമുണ്ട്. അനന്തരം ഭവതി, ഈ അനന്തരം ഭവതി, അനന്തരഹ അനി അനന്തര വസ്തുവിലിരിക്കും ആനന്ദര്യം. അനന്തരം ഭവിച്ചതിലിരിക്കുന്ന ധർമ്മമാണ് ആനന്ദര്യം. അപ്പോൾ ആ ആനന്ദര്യത്തിന് നിയമമുണ്ട്, ഏതിനു ശേഷം ഏത് വരണം എന്നുള്ളത്. ठीक है. അതെന്തുകൊണ്ടാ? ക്രമസ്യ വിവക്ഷിതത്വാത്. ഒരു വ്യക്തിക്ക് പല കർമ്മങ്ങൾ വരുമ്പോൾ ഒന്നിച്ചു ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ നമ്മൾക്ക് ക്രമം വേണം. ഒരു കർത്താവ് തന്നെയാണ് പല കർമ്മങ്ങളുടെയും കർത്താവെങ്കിൽ അവിടെ നമ്മൾക്ക് ക്രമത്തിലേക്ക് കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ നാക്കും ഹൃദയവും വക്ഷസും ഒന്നിച്ച് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല. ठीक है. വേണമെങ്കിൽ ഒന്നിച്ച് അഗ്നിയിലേക്ക് എറിയാം, പക്ഷേ മുറിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ക്രമത്തിൽ മുറിച്ചെടുക്കുക, ക്രമത്തിൽ ഹവനം നടത്തുക. അവിടെ നമ്മൾക്ക് ക്രമം വിവക്ഷിതമായത് കൊണ്ട് ആനന്ദര്യം ആവശ്യമാണ്. എന്നാൽ തഥാ ഇഹ ക്രമോ വിവക്ഷിത. ബ്രഹ്മജിജ്ഞാസ ധർമ്മജിജ്ഞാസ സ്ഥലത്ത് അതേപോലൊരു ക്രമം വിവക്ഷിതമല്ല. അതെന്തുകൊണ്ടായിരിക്കും? പങ്ക്തിയിലില്ലാത്തൊരു സാധനം ഞാൻ എടുത്തു പറഞ്ഞത് ടീക്കയിലേക്ക് വരാൻ പോകുന്നുള്ളൂ. എന്താ പറഞ്ഞത്? ഒരു കർത്താവ് തന്നെ വരുമ്പോൾ കുട്ടികളെ നിങ്ങൾ ഈ പങ്ക്തി ഭാഷ്യത്തിൽ മാത്രം നോക്കിയാൽ പോരാ, എക്സ്ട്രാ പറഞ്ഞു തരുന്നതിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, പങ്ക്തിയിലില്ലാത്ത എക്സ്ട്രാ ഫിറ്റിങ് ആണ് ഇതിന്റെ പൂർവവും പരവും തമ്മിൽ ബന്ധിപ്പിച്ച് കൊണ്ടുവന്നത്. അവിടെ ശ്രദ്ധിച്ചോളൂ. ഒരു കർത്താവ് അല്ല ഏതിൻ്റെത്? ബ്രഹ്മജിജ്ഞാസയ്ക്കും ധർമ്മജിജ്ഞാസയ്ക്കും അല്ല. പൂർവത്തിൽ ഗൃഹസ്ഥാശ്രമി ആയിരുന്നവൻ അവൻ കർമ്മം ചെയ്യുന്നു, പിന്നെ അവൻ സന്യസിച്ച് ബ്രഹ്മകാണ്ഡത്തിലേക്ക് കയറാൻ പറ്റത്തില്ലേ? അപ്പൊ ഒരു വ്യക്തി തന്നെയല്ലേ ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും കർത്താവായിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ്? കാരണം സ്വർഗാദികളാണ് ഫലം കർമ്മത്തിന്റെ. എങ്ങനെ? സ്വർഗാദികളാണ് കർമ്മത്തിന്റെ ഫലം. സ്വർഗാദികൾ ഫലമായതുകൊണ്ട് എന്താണ് ഞാൻ ചോദിക്കുന്നത്? ഒരേ കർത്താവിന് ചെയ്യാൻ പറ്റൂലേ എന്നുള്ളതാ. മുമ്പ് അവൻ വീട്ടിലിടുന്ന സമയത്ത് സ്വർഗാദികളുടെ കർമ്മം ചെയ്തു. ഇപ്പോൾ അവൻ വീട് വിട്ടു സന്യസിച്ചു, അവൻ ധർമ്മജിജ്ഞാസ വിട്ട് ബ്രഹ്മജിജ്ഞാസ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഒരു കർത്താവിന് ഇത് രണ്ടും ചെയ്യാൻ പറ്റത്തില്ല?
ഈ ഒരു പ്രസംഗം ഈശാവാസ്യത്തിലും വന്നിരുന്നു. ഓർമ്മയുണ്ടോ? ഓർക്കാൻ നമ്മൾക്ക് എന്താ അല്ലേ? ഓർമ്മക്കായോ? അവിടെ 12ാമത്തെ പേജിലെ ടീക്ക 3-ാം പങ്ക്തി കണ്ടാൽ മതി. വിശിഷ്ടരൂപ ഭേദ ഭിന്ന അധികാരത്വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശിഷ്ടന്മാർ, അതായത് ഒരു ചൈത്രൻ ദണ്ഡ ഉണ്ടെങ്കിൽ ദണ്ഡിയാവും, കുണ്ടലുണ്ടെങ്കിൽ കുണ്ടലി ആവും. അപ്പൊ കുണ്ടലി ദേവദത്ത, കുണ്ടലി ചൈത്ര, അതേപോലെ ദണ്ഡി ചൈത്ര എന്ന് വരുമ്പോൾ കേവല വിശിഷ്ട ചൈത്രനും, അതായത് രണ്ടും കൂടി ഇല്ല, കുണ്ടലവും ദണ്ഡവും കൂടി വന്നു കഴിഞ്ഞാൽ മാറും കളി. ദണ്ഡ വിശിഷ്ടമായിരിക്കുന്ന ചൈത്രനും കുണ്ടല വിശിഷ്ടമായിരിക്കുന്ന ചൈത്രനും ഭിന്നമാണ്. അതേപോലെ ഇവിടെയും ആള് മാറി എന്നാണ് പറയുന്നത്. വ്യക്തി ഐക്യം ഉണ്ടെങ്കിലും വിശിഷ്ട രൂപത്തിൽ ഭേദമുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ദണ്ഡവിശിഷ്ടനല്ല കുണ്ടല വിശിഷ്ടൻ, വിശിഷ്ട രൂപത്തിൽ ഭേദമുണ്ട്. വ്യക്തി ഒന്നാണെങ്കിലും. ഇത് പണ്ട് പഠിച്ചതാ. ടീക്ക നോക്ക്. അവധാനാനാം ആനന്ദര്യ നിയമ ക്രമോ യഥ അധശബ്ദാർത്ഥസ്. അധശബ്ദത്തിന്റെ അർത്ഥം ക്രമം. അതെന്തുകൊണ്ടാ? അവധാനങ്ങൾക്ക് ആനന്ദര്യ നിയമം ഉള്ളത് കൊണ്ട്, ഒന്നിച്ച് കണ്ടനം നടത്താൻ പറ്റത്തില്ല എന്നുള്ളതിനാൽ അതിന് അനന്തരം ഒന്നിനു ശേഷം ഒന്നാണ് വരിക. അവിടെ ക്രമം ഉണ്ട്. ആ ക്രമത്തെയാണ് അധശബ്ദം പറയുന്നത്. എവിടെ അധശബ്ദം ഉള്ളത്? അധവക്ഷസഹ അധജിഹ്വായ എന്നുള്ള സ്ഥലത്തിൽ അധശബ്ദം. തസ്യ വിവക്ഷിതത്വാത്. ഏതിന്റെ വിവക്ഷ? വക്തുമിച്ഛയാണ് വിവക്ഷ. പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്ത്? ക്രമം പറയാൻ ഉദ്ദേശിച്ചത് കൊണ്ട് അധശബ്ദം കൊണ്ട് ക്രമത്തെ എടുത്തോളൂ. എവിടെയാണോ ആനന്ദര്യം ഉള്ളത്, എവിടെയാണോ ആനന്ദര്യം ഇല്ലാത്തത്, അവിടെ അധശബ്ദം കൊണ്ട് ക്രമം എടുക്കാൻ പറ്റത്തില്ല. ന തഥാ ഇഹ ബ്രഹ്മ ജിജ്ഞാസയോ ക്രമോ വിവക്ഷിത. ഇവിടെ ഇപ്പോൾ ബ്രഹ്മജിജ്ഞാസയ്ക്കും ധർമ്മജിജ്ഞാസയ്ക്കും തമ്മിൽ ക്രമം ഇല്ല. എന്തുകൊണ്ടാ? ഒരേ കർത്താവല്ലാത്തത് കൊണ്ട്. ആനന്ദര്യം ഇല്ലാത്തതിനാൽ. ഒരേ കർത്താവിന്റെ സ്ഥലം വന്നിട്ടില്ല, ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മുന്നോട്ട് വരത്തുള്ളൂ. ഇവിടെ ഇപ്പൊ എത്രയേ ഉള്ളൂ? ആനന്ദര്യ നിയമ എന്ന് ഭാഷത്തിൽ പറഞ്ഞല്ലോ, അതിനെയാണ് വിശദീകരിക്കുന്നത്. ആനന്ദര്യ നിയമം ഉണ്ടെങ്കിൽ ക്രമം ഉണ്ടായിരിക്കും. അതിന് കാരണമാണ് ഒരേ കർത്താവല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേസിൽ വെക്കുന്നത് ഇവരിത്രേ പറഞ്ഞിട്ടുള്ളൂ, ധർമ്മ ജിജ്ഞാസകൾ തമ്മിൽ ക്രമമില്ലാത്തത് കൊണ്ട് അധശബ്ദത്താൽ ഇവിടെ ഇപ്പോൾ ക്രമം എടുക്കാൻ പറ്റത്തില്ല. ഇനിയാണ് അടുത്തത് വരുന്നത്. ഏകകർത്തൃകത്വ അഭാവേന തയോഹോ ക്രമ അനപേക്ഷണാത്. ഏകകർത്തൃകത്വം ചില കർമ്മങ്ങൾക്ക് ഉണ്ടാവും. ഏകഹ കർത്ത യയോഹോ അഥവാ യേഷാം കർമ്മണാം. ठीक രണ്ട് കർമ്മങ്ങൾക്കോ അഥവാ അനവധി കർമ്മങ്ങൾക്കോ കർത്ത ഒരാളാണെങ്കിൽ ആ കർമ്മങ്ങൾ എന്തായിരിക്കും? ഏകകർത്തൃകമായി മാറും. ठीक അപ്പം ഏകകർത്തൃകത്വം ഇല്ല. എവിടെ? ബ്രഹ്മ ജിജ്ഞാസയ്ക്ക് ഏകകർത്തൃകത്വം ഇല്ല. ഏകകർത്തൃകത്വ അഭാവേന തയോഹോ ക്രമാനപേക്ഷണാത്. ക്രമത്തെ അപേക്ഷിക്കാത്തത് കൊണ്ട് ഏകകർത്തൃകത്വം ഇല്ല. ठीक അല്ലെങ്കിൽ ഏകകർത്തൃകത്വ അഭാവേന തയോഹോ ക്രമ അനപേക്ഷണാത് ക്രമോ അധശബ്ദന വിവക്ഷിത എന്ന് ഒരിക്കൽ കൂടി കൂട്ടിച്ചേർക്കാം. ഏകകർത്തൃകത്വം ഇല്ലാത്തതിനാൽ ഒരാൾ തന്നെയല്ല ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും കർത്താവ് എന്നുള്ളത് കൊണ്ട് തയോഹു ക്രമ അനപേക്ഷണാത്. ബ്രഹ്മജിജ്ഞാസയ്ക്കും ധർമ്മജിജ്ഞാസയ്ക്കും തമ്മിൽ ക്രമത്തിന്റെ അപേക്ഷയില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അധശബ്ദത്താൽ ക്രമം വിവക്ഷിതമല്ല. കണ്ടോ? അതോന്ന ക്രമാർത്ഥോ അധശബ്ദാർത്ഥ, അതിന്റെ ഇടയിൽ ദണ്ഡയൊന്നും ആവശ്യമില്ലായിരുന്നു, എങ്കിൽ ഒന്നിച്ചെണ്ണിച്ചു പോവാം. അതുകൊണ്ട് അധശബ്ദത്താൽ ക്രമം വിവക്ഷിതമല്ല. അതെന്തുകൊണ്ടാ? ഏകകർത്തൃകത്വം ഇല്ലാത്തത് കൊണ്ട്. ഏകകർത്തൃകത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ക്രമം ഉണ്ടായേനെ. ക്രമം ഉണ്ടായിരുന്നെങ്കിൽ അധശബ്ദാർത്ഥം ക്രമമാക്കാൻ പറ്റിയേനെ. ഇവിടെ ക്രമമില്ല. എന്തുകൊണ്ടാ? ഏകകർത്തൃകത്വമില്ല. അതുകൊണ്ട് ഇനി അധശബ്ദത്താൽ ക്രമം പറയാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. ഞങ്ങളുടെ പരമ്പരയിലൂടെ വരുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു ശൈലി ഇങ്ങനെ തന്നെയാണത്. ഫിലോസഫിയുടെ ഒരു അന്നത്തെ ഫിലോസഫിയുടെ ഒരു ശൈലിയാണിത്. പറഞ്ഞു പോകുന്നത് ഈ രീതിയിൽ തന്നെ ശീലിക്കണം. അവർ പറയുന്ന രീതിയിൽ തന്നെ പഠിച്ച് ശീലിച്ചാൽ ഇത് പെട്ടെന്ന് കിട്ടും. ഇനി അടുത്ത പേജിലേക്ക് പോവാണ് നമ്മൾ. നനു തയോരേക കർത്തൃകത്വം കുതോ നാസ്തി. കയോഹോ ഏത് രണ്ടിനും? ധർമ്മബ്രഹ്മജിജ്ഞാസകൾക്ക് തമ്മിൽ. ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും തമ്മിൽ
എന്തുകൊണ്ടാണ് ഏകകർത്തൃത്വം ഇല്ലാതെ പോയത്? ഇതിന്റെ അർത്ഥം എന്താ? ഒരാൾ തന്നെ കർത്താവാൻ പാടില്ലേ ബ്രഹ്മജിജ്ഞാസയുടെയും ധർമ്മജിജ്ഞാസയുടെയും എന്നാണ് ചോദ്യം. കുതോ നാസ്തി, എന്തുകൊണ്ടില്ല? അതാഹ, അതിന് ഉത്തരം പറയാണ് ശേഷി. അപ്പൊ നിങ്ങൾ പഴയ പേജിൽ തന്നെ ഒന്നുകൂടി പോയി, അല്ല, ക്രമസ്യ ചെവിടം വരുത്തി ക്രമസ്യ വിവക്ഷിത്വ തഥാ ഇഹ ക്രമോപേക്ഷിത, അവിടം വരെ കഴിഞ്ഞല്ലോ. ഇനി 34-ാമത്തെ പേജിൽ 1-ാം പംക്തിയുടെ പാതി വരെ വന്നു. നമ്മൾ സെന്റൻസിനെ കോമ ഇടുന്നത് കൊണ്ടോ ഫുൾ സ്റ്റോപ്പ് ദണ്ഡ അടിക്കുന്നത് കൊണ്ടോ ഒന്നും നമ്മൾ സെന്റൻസിനെ ഒരു സെന്റൻസ് ആയിട്ട് എടുക്കാറില്ല. ശരിക്ക് പല അർത്ഥം കിട്ടുന്ന സെന്റൻസുകൾ, വാക്യങ്ങൾ ഒന്നിച്ചെടുത്തിട്ടായിരിക്കും ഒരു കോമയോ അല്ലെങ്കിൽ ദണ്ഡ ഫുൾ സ്റ്റോപ്പ് അടിക്കുന്ന സ്ഥലത്ത് ദണ്ഡ കൊടുക്കുക. ശരിക്ക് ശേഷശേഷിത്വേ അധികൃത അധികാരേ വാ പ്രമാണാഭാവാത്. ശേഷശേഷി ഭാവത്തിനോ, എവിടെ ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും തമ്മിൽ ശേഷശേഷി ഭാവത്തിനോ അതേപോലെ അധികൃത അധികാരത്തിനോ പ്രമാണമില്ല. അധികൃത അധികാരം എന്ന് പറഞ്ഞാല് ഒരു വലിയൊരു കർമ്മം വിധിക്കുകയാണ്. ഇപ്പം ദർശപൂർണമാസ യാഗം വിധിക്കുകയാണ്. ആ വിധാനം ചെയ്തിട്ട് കുറെ കർമ്മങ്ങളുടെ കൂട്ടമായിരിക്കും ഒരു യാഗം. ശരിക്കേ? അല്ലാതെ എന്താണ്, മുഖ്യമായിട്ട് നമ്മൾ 3 യാഗത്തെ എടുക്കും അല്ലേ? പശുയാഗം എന്ന് പറയുക, ഇഷ്ടി, സോമം, പിന്നെന്താ ഉള്ളത്, വധം, അതായത് പശുവധം. ഇഷ്ടി എന്ന് ഉദ്ദേശിച്ചത് പശുവിന്റെ കാര്യമായിരിക്കുന്ന ഘൃതം, ദധി, പാല് എന്നിവയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള യാഗത്തെയാണ് ഇഷ്ടി എന്ന് പറയുക. സകല ഇഷ്ടികളുടെയും പ്രകൃതിയാണ് ദർശപൂർണമാസ യാഗം. പിന്നെയുള്ളത് എന്താണ്? സോമയാഗം. ജ്യോതിഷ്ടോമ യാഗമാണ് സോമയാഗത്തിന്റെ പ്രകൃതി. പിന്നെയുള്ളതാണ് പശുയാഗം. സകല പശുയാഗങ്ങളുടെയും പ്രകൃതിയാണ് അഗ്നിശോമീയം. അഗ്നിശോമീയം പശും ആലഭേദ എന്ന് പറയുക അഗ്നിശോമി യാഗമാണ്. ഈ പ്രകൃതി എന്ന് പറയാൻ കാരണം എന്താ? പ്രകൃതി വികൃതി ഭാവത്തിലാണ് മിക്ക യാഗങ്ങളും ഉള്ളത്. സമ്പൂർണ്ണ അംഗങ്ങളെയും എവിടെയാണോ പറഞ്ഞത് അതാണ് പ്രകൃതിയാഗം. സമ്പൂർണ്ണ അംഗങ്ങളും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് വികൃതിയാകും. സാമാന്യമായിട്ട് ഇത്ര മനസ്സിലാക്കുക. പക്ഷെ പ്രശ്നം എന്താ പറയുക, ചില വികൃതിയാകുന്ന സ്ഥലത്ത് എക്സ്ട്രാ കർമ്മങ്ങൾ വരും. പക്ഷെ അവിടെ എന്ത് പറ്റും? പ്രകൃതി എന്നുള്ളത് കൊണ്ട് ആ പ്രകൃതിയുടെ മൊത്തം കർമ്മങ്ങൾ വികൃതി ചെയ്യണം. വികൃതിയിൽ കുറച്ച് കർമ്മങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ആ കർമ്മങ്ങൾ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റൂല. നിങ്ങളുടെ പ്രകൃതിയിൽ പറഞ്ഞ സകല കർമ്മവും ഇവിടെ കൊണ്ട് ചെയ്യണം. പിന്നെ പ്രകൃതി വികൃതി ഭാവം ഇല്ലാത്ത ദർവി ഹോമാദികൾ വേറെ രീതി. അങ്ങപ്പോൾ ദർശപൂർണമാസ യാഗ പ്രകൃതി കർമ്മം ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ചമസ്സേന ആപപ്രണയത് ഗോദോഹനേന പശുകാമസ്യ എന്ന് കാണാം. അതായത് ജലം കൊണ്ടുവരാനായിട്ട് ചമസപാത്രം ഉപയോഗിക്കണം എന്ന് പറയും. മരം കൊണ്ടുണ്ടാക്കുന്ന പാത്രമാണ് ഈ ചമസപാത്രം, ചമസിന്റെ ആകൃതിയിലുള്ള പാത്രം. അതായത് അത് കൃത്വർത്ഥമാണോ അല്ല പുരുഷാർത്ഥമാണോ എന്നൊരു ചിന്ത വരും. ക്രതുവിനെ സമ്പന്നമാക്കാനാണോ ആ കർമ്മമുള്ളത്, അത് പുരുഷാർത്ഥം വേറെ തന്നെ കൊടുക്കുന്നുണ്ടോ? ശരിക്ക് പാതിഭാഗം ചമസേന ആപപ്രണയത് എന്നുള്ള സ്ഥലത്ത് ആപഹ ജലത്തെ പ്രണയനം ചെയ്യാന്ന് പറഞ്ഞ കൊണ്ടുവരാനായിട്ട് ചമസപാത്രം മതി. അതുകൊണ്ട് തന്നെ ക്രതു സമ്പന്നമാവും. അഥവാ നിങ്ങൾക്ക് പശു എന്നുള്ളൊരു വേറെ തന്നെ ഫലം ഇച്ഛിക്കുന്നുണ്ട് എങ്കിൽ ഗോദോഹന പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറയും. അപ്പൊ ഗോദോഹനം പാത്രത്തിൽ വെള്ളം കൊണ്ടുവരുന്നത് അത് കൃത്വർത്ഥമല്ല, പുരുഷാർത്ഥമാണ്. ക്രതു അർത്ഥം എന്തായിട്ട് മതി? കേവലം ചമസപാത്രത്തിൽ കൊണ്ടുവന്ന നടക്കും. ഇങ്ങനെ വിഭാഗം ചെയ്യുന്ന സ്ഥലത്ത് യാഗത്തിൽ ഉൾപ്പെടാത്ത ആള് പോയിട്ട് ഗോദോഹന പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നാൽ പശുഫലം കിട്ടത്തില്ല. പിന്നെയോ ആ ദർശപൂർണ യാഗം ചെയ്യുന്ന അധികാരിയാണ് ഗോദോഹന പാത്രത്തില് വെള്ളം കൊണ്ടുവരാൻ അധികാരി. ഇതിനെയാണ് അധികൃതാധികാരം എന്ന് പറയുന്നത്. അപ്പൊ അധികൃതാധികാര സ്ഥലത്ത് എന്തുണ്ട്? ക്രമമുണ്ട്. ആദ്യം കഥയും പറഞ്ഞതാണ് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. നമ്മൾക്ക് ചെറുപ്പത്തിലെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് ഗുരുകുലത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ കർമ്മകാണ്ഡത്തിൽ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാവർക്കും അറിയാലോ കർമ്മകാണ്ഡം എന്താണ്. ശരിക്ക് യാഗത്തിന്റെ അപ്പൊ നോക്കിയോ, ശേഷശേഷിത്വേ അംഗിത്വേ എന്നർത്ഥം. അങ്കി പ്രധാന കർമ്മവും അംഗങ്ങൾ അതിന്റെ ശേഷകർമ്മമായിരിക്കും. അപ്പം ശേഷശേഷി ഭാവം ഉണ്ടെങ്കിൽ എന്തുണ്ട്? ക്രമം ഉണ്ടായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ അധികൃത അധികാര കർമ്മസ്ഥലത്തും ക്രമമുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ധർമ്മ ബ്രഹ്മജിജ്ഞാസകൾ തമ്മിൽ ശേഷശേഷി ഭാവമോ
അധികൃത അധികാര ഭാവമോ ഉണ്ട് എന്നുള്ളതിന് പ്രമാണമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെ ആശ്രയിച്ചും കൊണ്ട് ക്രമവും പറയാൻ പറ്റത്തില്ല എന്നർത്ഥം. ഇനി ഇതിന്റെ വ്യാഖ്യാനം ടീക്കയിൽ കാണുക. യേഷാം ഏകപ്രധാന ശേഷത യഥാ അവദാനാനാം പ്രയാജാദീനാം. ഏത് കർമ്മങ്ങൾക്കാണോ പ്രധാന കർമ്മത്തിന്റെ ശേഷത വരുന്നത്, അതായത് ദർശപൂർണമാസ യാഗ കർമ്മത്തിന്റെ, അതായത് ശേഷിയായിരിക്കും ദർശപൂർണമാസ യാഗത്തിന്റെ ശേഷകർമ്മമാണ് പ്രയാജ അനുയാജാദി കർമ്മങ്ങൾ. അന്നപ്പോൾ ആ കർമ്മങ്ങൾക്ക് എന്തുണ്ട്? ശേഷി ചെയ്ത ശേഷമാണ് ശേഷകർമ്മം ചെയ്തത്, അവിടെ ക്രമമുണ്ട്. അതേപോലെ അവദാനം എന്നുള്ളത് പറഞ്ഞാലും നമ്മൾ ഹൃദയസ്യ ആദ്യം മുറിക്കുക, പിന്നെ ജിഹ്വ, പിന്നെ ഭക്ഷസ്. ഇവിടെയും പ്രധാന കർമ്മത്തിന് ശേഷമാണ് അംഗകർമ്മങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല അംഗകർമ്മങ്ങൾക്കും നമ്മൾക്ക് ക്രമം കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്ക് ശേഷശേഷി ഭാവവും നല്ലത്. ശേഷശേഷി ഭാവം എന്ത് വരും? പ്രയാജാദികൾ ശേഷമാണ് ദർശപൂർണമാസയാഗങ്ങൾക്ക്. പക്ഷെ പ്രയാജാനുയാജാദികൾക്കും എന്തുണ്ട്? ഒന്നിനു ശേഷം ഒന്നാ ചെയ്തു പോകുക. അവിടെയും അംഗങ്ങളിൽ പോലും ക്രമമുണ്ട്. അവദാനം നോക്കൂ, അവദാനം എന്നുള്ളത് പ്രധാന യാഗത്തിന്റെ അംഗകർമ്മമാണ്, പക്ഷെ അവിടെ പോലും ക്രമമുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം ഭാഷകാരൻ പറഞ്ഞില്ല, ഇങ്ങേര് എടുത്ത് കയറ്റി വെച്ചതാണ്. അങ്ങേര് കേവലം ശേഷശേഷിനെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ശേഷങ്ങൾ തമ്മിൽ പോലും ക്രമമുണ്ട് എന്നുള്ളതാണ് ടീക്കയിൽ കാണിച്ചു കളഞ്ഞത്. ചെറിയ വ്യത്യാസമുണ്ട്. യയോശ്ച ശേഷശേഷിത്വം യഥാ പ്രയാജദർശയോഹോ യയോഹോ കയോഹോ പ്രയാജദർശയോഹോ. പ്രയാജാദി കർമ്മങ്ങൾ ശേഷകർമ്മമാണ്. ദർശകർമ്മം ദർശപൂർണം, ഇത് രണ്ട് ദർശപൂർണമാസയാകും തന്നെ മുഖ്യമായിട്ട് 6 കർമ്മം ഉണ്ടാവും. ആഗ്നേയം, അഗ്നിശോമിയം, ഉപാംശു എന്നുള്ളത് പൂർണ്ണമാസ കർമ്മമായിട്ടും, ആഗ്നേയം അതേപോലെ ഐന്ദ്രം ദധി, ഐന്ദ്രം പയഹ എന്ന് 2 സാന്നായ കർമ്മങ്ങളും എവിടെ? ദർശത്തിലും. ദർശനം ഉദ്ദേശിച്ചത് അമാവാസിയിൽ എല്ലാ അമാവാസി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണിത്. അതേപോലെ പൗർണമാസി കർമ്മം ചെയ്തത് പൗർണമാസി എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ട് തൊട്ടടുത്ത ദിവസമാണ് ചെയ്യുക. അങ്ങനെയാണ് ഭാമതിയിൽ കാണുന്നത് നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന കർമ്മങ്ങൾക്ക് അവിടെ എന്തായി? 6 കർമ്മങ്ങളായി പ്രധാന കർമ്മം. അതിനുശേഷമാണ് പ്രയാജ അനുയാജാദി കർമ്മങ്ങൾ പിന്നെയും കയറി വരുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? ശേഷശേഷി ഭാവമുള്ള സ്ഥലത്ത് ക്രമമുണ്ട്. ഇനി അത് കഴിഞ്ഞു, ഇനി അധികൃത അധികാരം പറയാണ്. യസ്യ അധികൃത അധികാരത്വം യഥാ അപാം പ്രണയനം ദർശപൂർണ മാസാംഗമാശ്രിത്യ ഗോദോഹനേന പശുകാമസ്യ വിഹിതസ്യ ഗോദോഹനസ്യ. എപ്രകാരം? അടുത്ത ദൃഷ്ടാന്തം വരികയാണ്. അധികൃത അധികാരത്വം കർമ്മത്തിൽ, ദർശപൂർണമാസ യാഗത്തിൽ അധികൃതനാണ് അധികാരിയായി മാറുന്നത്. എവിടെ? ഗോദോഹന കർമ്മത്തിൽ. അപ്പൊ ഗോദോഹന കർമ്മം എന്തായി? അധികൃത അധികാരമായി. അവിടെ എന്തിരിക്കും? അധികൃത അധികാരത്വം. ഇതിനെ വിശദീകരിക്കുകയാണ്. യഥാ അപ്പം നിങ്ങൾ ഇതിന്റെ മുന്നേ അതേ പേജില് ഭാമതിയുടെ താഴെ നിന്ന് 4ാമത്തെ പങ്ക്തി കാണുക. പ്രതീയതയ്ക്ക് ശേഷം കാണാം ഇൻവേർട്ട് കോമയില്, സിംഗിൾ ഇൻവേർട്ടഡേ ഉള്ളൂ. ചമസേന ആപപ്രണയത് ഗോദോഹനേന പശുകാമസ് ഇതി സമഭിവ്യാഹാര. അണ്ടർലൈൻ ചെയ്തോ? ഇതാണ് മന്ത്രസ്ഥലം. ചമസേന ആപപ്രണയത്, ചമസപാത്രത്താൽ ജലത്തെ കൊണ്ടുവരിക. എന്നിട്ടെന്താ? ഗോദോഹനേന പശുകാമസ്യ, പശുകാമനാണെങ്കിൽ അവൻ ഗോദോഹന പാത്രത്തിൽ വെള്ളം കൊണ്ടുവരും. ഇനി നിങ്ങൾ നമ്മുടെ ടീക്ക രത്നപ്രഭ കണ്ടോ? യഥാ എപ്രകാരം അപാം പ്രണയനം, പ്രണയം എന്ന് പറഞ്ഞാൽ പ്രകർഷണ നയനം കൊണ്ടുവരികയാണ്, ജലം കൊണ്ടുവരിക. ജലത്തെ കൊണ്ടുവരുമ്പോൾ ഷഷ്ടി ബഹുവചനം പറഞ്ഞതാണ്. കാരണം ഈ ആപശബ്ദം നിത്യബഹുവചനാന്തമാണ്. ആപഹ, അപഹ, അദ്ഭിഹി, അദ്ഭ്യഹ, അദ്ഭ്യ, അപാം, അപ്സു എന്ന് കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അപാം പ്രണയനം ദർശപൂർണ മാസാംഗമാശ്രിത്യ, ദർശപൂർണ മാസയാഗ സ്ഥലത്ത് തന്നെ അംഗകർമ്മത്തെ ആശ്രയിച്ചും കൊണ്ടാണ് ഗോദോഹനേന പശുകാമസ്യ എന്ന് വിധാനം ചെയ്തത്. അപ്പോൾ പശുകാമനാണെങ്കിൽ ഗോദോഹന പാത്രത്തിൽ കൊണ്ടുവരണം. ഇത് ആരെ ചെയ്യാൻ പറ്റത്തുള്ളൂ? ആർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ? ദർശപൂർണമാസയാഗം ചെയ്യുന്നവനെ പറ്റത്തുള്ളൂ. ഇങ്ങനെ അധികൃത അധികാര കർമ്മം വരുമ്പോൾ അവിടെ ക്രമം ആവശ്യമുണ്ട്. മനസ്സിലായോ? ഒരാൾ തന്നെ പല കർമ്മം ചെയ്യുന്ന ക്രമം ആവശ്യം. യഥാവ, അല്ലെങ്കിൽ അടുത്ത കാര്യം പറയാം. ദർശപൂർണ മാസാഭ്യാം ഇഷ്ടുവ
सोमेन यजेत इति दर्शादुत्तरकाले विहितस्य सोमयागस्य दर्शादधिकृत अधिकारत्वं तेषाम् एककर्तृकत्वं भवति. അധികൃതസ്യ അധികാരः ഇത് അധികൃത അധികാരः. ആ പുരുഷനിലിരിക്കട്ടെ അധികൃത അധികാരത്വം. എന്താ യഥാവാ അല്ലെങ്കിൽ അടുത്ത ദൃഷ്ടാന്തം പറയാണ്. ദർശപൂർണ മാസാഭ്യാം ഇഷ്ടുവ എന്ന് പറഞ്ഞാല് യാഗം ചെയ്തിട്ട് ദർശപൂർണ മാസ യാഗങ്ങളെ ചെയ്തിട്ട് അടുത്ത യാഗം പറയാണ് സോമേന യജേത, സോമയാഗം ചെയ്യുക. സോമയാഗം ഭിന്ന യാഗമല്ലേ, പക്ഷെ ഇത് വലിയൊരു യാഗക്കൂട്ടങ്ങൾ ചേർന്നിരിക്കുന്നിട്ട് ഒറ്റ യാഗം എന്ന് പറയാം. അപ്പം ദർശപൂർണ മാസ യാഗം ചെയ്തിട്ട് സോമയാഗം നടത്തണം എന്ന് പറയുന്ന സ്ഥലത്ത് ദർശാദി ഉത്തരകാല വിഹിതസ്യ സോമയാഗസ്യ, ആദ്യം ദർശനം കഴിഞ്ഞിട്ട് ഉത്തരകാലമാണ് സോമയാഗം വരുന്നത്. അവിടെ ദർശാദി അധികൃതാധികാരത്വം തേഷാം സോമയാഗാന, അവിടെ വരുന്ന സോമയാഗങ്ങളുടെ അധികാരി ആരായിരിക്കും? ദർശത്തിലെ അധികാരി തന്നെയായിരിക്കും. ദർശാദികളുടെ കർമ്മങ്ങളിൽ അധികൃതനായിരിക്കുന്ന അധികാരിയായിരിക്കും സോമയാഗത്തിലെ അധികാരി. അതുകൊണ്ട് ദർശാദി അധികൃത അധികാരത്വം, കർമ്മത്തിലും ഒഴിച്ച കുഴപ്പമൊന്നുമില്ല. അധികൃത ദർശാദി അധികൃത, ദർശാദോ അധികൃത ദർശാദി അധികൃത, ദർശാദോ അധികൃതേവ അധികാരി യേഷാം കർമ്മണാം താനി കർമാണി ദർശാദി അധികൃത അധികാരാണി. അവയിലിരിക്കും ദർശാദി അധികൃത അധികാരത്വം. തേഷാം ഏകകർത്തൃകത്വം ഭവതി, അങ്ങനെ ഇരിക്കുന്ന കർമ്മങ്ങൾക്ക് ഏകകർത്തൃകത്വം എന്ന് പറഞ്ഞാൽ ദർശാദിയുടെ അധികാരികൾ തന്നെ അധികാരിയായി മാറുന്നത് യാതൊരു സോമയാഗാദികൾക്കാണോ ആ സോമയാഗാദികൾ എന്തായി ഏകകർത്തൃകമാണ് ആണല്ലോ, ഒരാൾ തന്നെയാണ്. അന്നപ്പോ എന്ത് പറ്റും? ക്രമം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? പൂർവമീമാംസ ഏത് ടെക്സ്റ്റും നമ്മൾ സെപ്പറേറ്റ് പഠിക്കാതെ ആ വിഷയം ഉപനിഷത്തിലൂടെ വരുന്നേരം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ടീക്ക്. ഇനി നിങ്ങൾ കാലം കേട്ട് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ പ്രസംഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പൂർവമീമാംസ പ്രസംഗം കയറി വരുന്ന സ്ഥലത്ത് ഇത് ഒന്ന് വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ അദ്വൈത സിദ്ധി പോകുന്നത് ന്യായപരമായിരിക്കുന്ന ചിന്തയാണ്. ന്യായത്തിൽ നിന്നാണ് അദ്വൈത സിദ്ധി പോലെയുള്ള ബൃഹത് പ്രസ്ഥാനത്രയങ്ങൾ സംസാരിക്കുക. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് പൂർവകാലത്ത് പൂർവമീമാംസയ്ക്കായിരുന്നു സ്ഥാനം. അപ്പോൾ പൂർവമീമാംസ ചിന്താ പദ്ധതിക്കനുസരിച്ചാണ് വേദാന്തം സംസാരിക്കുക. അപ്പോൾ അതാണ് നിങ്ങൾ ഈ ഉപനിഷത്ത് ഭാഷ്യത്തിലും ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലും ഒക്കെ കാണുന്ന ശൈലി അതാണ്. പക്ഷേ പിൽക്കാലത്ത് നൈയായികൻ കയറി വിലസിയ ഒരു കാലം ഉണ്ടായിരുന്നു. നൈയായികന്മാര് വേദാന്തത്തെ അടക്കം മുടിച്ചു വിട്ടു. ജഗന്നാഥ ശിരോമണികള്, അതേപോലെ ഉദയനാചാര്യന്മാർ, ഇങ്ങനെയൊക്കെ ആൾക്കാർ വരുമ്പോഴേക്കും മറ്റ് ശാസ്ത്രങ്ങൾ തുലവും പരാജയം സമ്മതിച്ച് പിന്മാറുകയാണ്. അതിൽ നിന്ന് കാലം കഴിഞ്ഞിട്ട് 15ാം നൂറ്റാണ്ടിലാണ് നിങ്ങളുടെ അവസാനത്തെ ഒരു അതിശക്തമായിരിക്കുന്ന ഒരു ഗ്രന്ഥം വരുന്നത്, അദ്വൈത സിദ്ധി. അതിനുശേഷമൊന്നും അങ്ങനത്തെ ഒരു ഗ്രന്ഥം കണ്ടിട്ടില്ല. അതെന്താന്ന് പറയാൻ നൈയായികൻ മൂത്ത് വേദാന്തി ആയതാണ്. അങ്ങനെ മധുസൂദന സരസ്വതികൾ നല്ല നൈയായികനായിരുന്നു. അവിടുന്ന് വേദാന്തവും കൈകാര്യം ചെയ്തിട്ടാണ് വേദാന്തം ന്യായയുക്തമായിരിക്കുന്ന വേദാന്തം വരുന്നത്. കാരണം അതിന്റെ പിന്നിലെ കഥ അറിയാലോ. ഈ ന്യായാമൃതം എന്നുള്ള ഗ്രന്ഥത്തിന്റെ ഖണ്ഡനമാണ് ഈ അദ്വൈത സിദ്ധി. ന്യായാമൃതം തന്നെ വരുന്നത് ശതദൂഷണിയുടെ പരിഷ്കൃത രൂപമാണ്. അപ്പം ദ്വൈതകാന്ഡം മൊത്തം കയറി വിലസുകയാണ് ന്യായാമൃതത്തിലൂടെ. ആ സമയത്ത് വേദാന്തി ഒന്ന് പിറകോട്ടടിച്ച സമയമാണ്. അതിനുശേഷമാണ് അദ്വൈത സിദ്ധിയിലൂടെ ന്യായാമൃതത്തിന് ഉത്തരം കൊടുത്തും കൊണ്ട് വേദാന്തം പിന്നെയും കയറി വരുന്നത്. എന്ന് പറഞ്ഞാൽ അത് മറ്റെല്ലാ മതങ്ങളെയും ഖണ്ഡനം നടത്തി നിൽക്കുന്ന സമയമാണ്. അതിനുശേഷം ദ്വൈതിക്കും അദ്വൈതിക്കും അങ്ങനത്തെ ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. കേൾക്കേണ്ട ആൾക്കാർക്ക് ടെലഗ്രാമില് കുറെ ഭാഗം മലയാളത്തിലുണ്ടായിരുന്നു. മലയാളം കുട്ടികൾ പിന്നെ കയറാത്തത് കൊണ്ട് അത് ഒഴിവാക്കി ഹിന്ദി മനസ്സിലാവുന്ന ആൾക്കാർക്ക് ഹിന്ദിയിലൂടെ കേട്ടുപിടിക്കാം. ഇനി മുന്നോട്ട് പറയണേ. തതശ്ച ഏക പ്രയോഗ വചന ഗൃഹീതാനാം തേഷാം യുഗപദ് അനുഷ്ഠാന അസംഭവാത് ക്രമാകാംക്ഷയാം ശ്രുത്യാദിഭിർഹി ക്രമോ ബോധ്യതേ. തതശ്ച അപ്രകാരം ഇരിക്കുക. ഏക പ്രയോഗ വചന ഗൃഹീതാന, ഒറ്റ പ്രയോഗം. അതായത് ഒരു മൊത്തം എന്താണ് ഗ്രൂപ്പിൽ മൊത്തം കർമ്മങ്ങളെ എടുത്തിട്ട് ഒറ്റ കൂട്ടമാക്കി എടുക്കുകയാണ്. ആ വചനങ്ങളെ മൊത്തം എടുത്തോളേ.
ഏകപ്രയോജനം. ഒരു പ്രയോഗം എന്ന് ഉദ്ദേശിച്ചത് യാഗമാണ്. യാഗം എന്നുള്ള പ്രയോഗത്തിന് ഉദ്ദേശിച്ചിരിക്കുന്ന വചനമുണ്ട്. ആ വചനങ്ങളാൽ ഗൃഹീതാനാം ഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന തേഷാം കർമ്മണാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സത്രം വിധിക്കുകയാണെന്ന് കരുതുക. ആ സത്രസ്ഥലത്ത് അനേക യജമാനന്മാർ കൂടിച്ചേർന്ന യാഗമാണ് സത്രം. അവിടെ അനവധി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സകല കർമ്മങ്ങളെയും കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ഒരൊറ്റ യാഗമായിട്ട് ഗണിക്കത്തുള്ളൂ. അവിടെ ഈ സകല കർമ്മങ്ങളെയും പറഞ്ഞിരിക്കുന്ന വചനങ്ങളുണ്ട്. ആ വചനങ്ങളാൽ ഗൃഹീതമായിരിക്കുന്ന കർമ്മങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നടക്കത്തില്ല. യുഗപത് അനുഷ്ഠാന അസംഭവാത്. യുഗപത് എന്ന് പറയുന്ന അർത്ഥം ഒന്നിച്ചിരിപ്പ്. ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് എന്തിന്റെ ആകാംക്ഷ ഉണ്ടാവും? ക്രമത്തിന്റെ ആകാംക്ഷ ഉണ്ടാവും. ഏത് ക്രമത്തിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ക്രമം ആര് പറഞ്ഞു കൊടുക്കും? ശ്രുതി ലിംഗാദികളാൽ ശ്രുത്യാദിഭിഹി ക്രമം ബോധിക്കപ്പെടുന്നു. ഇത് ശരിയാണ്. പക്ഷെ നൈവം ജിജ്ഞാസയോഹോ ശേഷശേഷിത്വേ ശ്രുതിലിംഗാധികം മാനമസ്തി. ജിജ്ഞാസയോഹോ, രണ്ട് ജിജ്ഞാസകൾ തമ്മിൽ പരസ്പരം ശേഷശേഷി ഭാവത്തിന് ശ്രുതി ലിംഗം ഇത്യാദി ഒരു മാനം എന്ന് പറയുന്ന അർത്ഥം പ്രമാണം. ഒരു പ്രമാണവും നിലനിൽക്കുന്നില്ല ശേഷശേഷി ഭാവം സിദ്ധിക്കാൻ. ആര് തമ്മില്? ബ്രഹ്മജിജ്ഞാസയും ധർമ്മജിജ്ഞാസയും തമ്മിൽ. ഇത് സിദ്ധാന്തയുടെ വശം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പൂർവക്ഷി വരികയാണ്. നനു ബ്രഹ്മചര്യം സമാപ്യ ഗൃഹാത് വനി ഭൂത്വ പ്രവ്രജേത് ഇതി ശ്രുത്യ അധീത്യ വിധിവത് വേദാൻ പുത്രാനുത്പാദ്യ ധർമ്മതഃ ഇഷ്ടുവാചശക്തിതോ യജ്ഞേർ മനോമോക്ഷേ നിവേശേരിതി സ്മൃത്യാച അധികൃത അധികാരത്വം ഭാതീതി. ഇവിടം വരെ പൂർവക്ഷി. തന്ന എന്ന് സിദ്ധാന്തി. ഇത് ജാബാല ഉപനിഷത്ത് വചനം കൊണ്ടുവെക്കുകയാണ്. അതായത് പ്രസംഗം എന്താണ്? ബ്രഹ്മജിജ്ഞാസകളിൽ ഒരു അധികാരിക്കല്ല എന്നാണ് സിദ്ധാന്തി പറയുന്നത്, അല്ലെ? ഏകകർത്തൃത്വം കിട്ടത്തില്ല, അതുകൊണ്ട് കർമ്മം പറയാൻ പറ്റത്തില്ല. ഈ അഭിപ്രായത്തെ പൂർവക്ഷി ഖണ്ഡനം നടത്തുകയാണ്. ഞങ്ങൾ ക്രമം കാണിച്ചു തരാം. അതെങ്ങനെയാ പറയാണ്? ബ്രഹ്മചര്യ സമാപ്യ ഗൃഹീ ഭവേത്. അതായത് മാണവകനെ ഉപനയനം ചെയ്യിച്ച് ഗുരുകുലത്തിൽ വിട്ട് അവന്റെ അധ്യയനം കഴിഞ്ഞു. എപ്പോഴാണ് അധ്യയനം കഴിയുന്നത്? കറകം പറ, എപ്പോഴാണ് അധ്യയനം കഴിയുന്നത്? പൂർവകാന്ഡം മുഴുവൻ അഭ്യസിച്ചു കഴിയുന്നു. അവിടെയാണ്, അല്ലാണ്ട് വയസ്സല്ല ഇവിടെ ചോദിച്ചത്. ശരിയേ? അതായത് അഥാതോ ധർമ്മജിജ്ഞാസ എന്ന് തുടങ്ങിയിട്ട് 2435-37 സൂത്രം മൊത്തം പഠിച്ചിറങ്ങുമ്പോഴാണ് അവിടുത്തെ പഠനം തീരത്തുള്ളൂ. 2742 സൂത്രമാണ്. എന്നിട്ട് എന്താണ് അടുത്തതാണ്? ബ്രഹ്മചര്യ സമാപ്യ ഗൃഹീ ഭവേ. അവൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഗൃഹസ്ഥാശ്രമത്തിൽ എന്ത് ചെയ്യും? ജാതപുത്ര കൃഷ്ണ കേശ അഗ്നി മാധതീത. പുത്രൻ ജനിച്ചിട്ട് ഇനി 90 വയസ്സായ അഗ്നി ആധാനം നടത്തിയാൽ മതി എന്ന് വെച്ചാൽ പറ്റത്തില്ല. പിന്നെ കൃഷ്ണ കേശ, മുടി കറുത്തിരിക്കുമ്പോൾ തന്നെ വെളുക്കുന്നവരെ കാത്തിരിക്കാൻ പാടില്ല എന്നാണ്. അഗ്നി ആധതീത, അഗ്നിയാധാനം ചെയ്യണം എന്ന് ഗൃഹസ്ഥാശ്രമത്തിലെ അഗ്നിശയനത്തിന് വിധിച്ചിരിക്കുകയാണ്. അതിനുശേഷം എന്ത് പറ്റി? ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വനി ഭൂത്വ. വനി എന്ന് ഉദ്ദേശിച്ചത് വാനപ്രസ്ഥൻ. വനി ഭൂത്വ പ്രവർജേത്. പ്രവർജനം എന്നുള്ളത് സന്യാസാശ്രമം. ഇതിനെയാണ് നമ്മൾ ക്രമസന്യാസം എന്ന് പറയുന്നത്. ഇവിടെ 25 വയസ്സായിട്ട്, കാരണം ശതാ ഇരുവൈ പുരുഷ എന്നല്ല പറഞ്ഞത്. 100 ആയുസുള്ളവനാണ് പുരുഷനെങ്കിൽ 25 ആയുസ് വെച്ചിട്ട് എടുത്തുകൊള്ളുക. ഈ ഒരു ക്രമസന്യാസത്തെയാണ് സ്മൃതിയിൽ നിഷേധിച്ചു കളഞ്ഞത്. അശ്വാലംബം ഗവാലംബം സന്യാസം പല പൈതൃകം ദേവരേണ സുതോത്പത്തിയും കലോ പഞ്ചവിവർജേത് എന്നുള്ള സ്ഥലത്ത് ഈ നിഷേധമുണ്ട്. പക്ഷെ മൊത്തത്തിലുള്ള സന്യാസത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല, കാരണം വേദവിഹിതമാണ്. അതുകൊണ്ട് ഈ ജാബാല ശ്രുതി കഴിഞ്ഞാൽ ഇനി കാണാം യതിവാ ഇധരതാം ബ്രഹ്മചര്യാദേവ പ്രവർജേത് ഗൃഹാദ്വാ വനാദ്വാ. ഇത് ക്രമസന്യാസമല്ല, അക്രമസന്യാസമാണ്. ക്രമമില്ലാത്ത എന്ന് പറയാം. ഏത് ആശ്രമത്തിൽ ഇരിക്കുമ്പോഴും വൈരാഗ്യമുണ്ടെങ്കിൽ അന്നേരം തന്നെ പ്രവർജനം നടത്താം. കാരണം യഥഹരേവ വിരജേത് തദഹരേവ പ്രവർജേത്. ഏത് ദിവസമാണോ വൈരാഗ്യമുള്ളത് ആ ദിവസം സന്യസിച്ചോളണം എന്നുണ്ട് ശ്രുതി. ഇനി ഇവിടെ പറഞ്ഞത് എന്താണെന്ന് നോക്കിയോ? ഇത് ശ്രുതിയാണ് പ്രമാണം വെച്ചത് ക്രമത്തിന്. അതായത് ഒരേ അധികാരി തന്നെയാണ് എവിടെ? ഗൃഹസ്ഥാശ്രമമായിട്ടും വന്നത്, സന്യാസിയായിട്ടും വന്നത്. അപ്പൊ സന്യാസ ആശ്രമത്തിലുള്ള ബ്രഹ്മജിജ്ഞാസയ്ക്കുള്ള അധികാരി ആര് തന്നെയാ? ഗൃഹസ്ഥാശ്രമത്തിലുള്ള ധർമ്മജിജ്ഞാസയുടെ അധികാരി തന്നെയാകുന്നു എന്ന് പൂർവപക്ഷിയുടെ അഭിപ്രായം.
ഇനി അടുത്ത സ്മൃതി പറയാണ്, അദിത്യ വിധിവത് വേദാൻ, വിധിക്കനുസരിച്ച് അധ്യയനം നടത്തിയിട്ട്, ഏതിന്റെ? വേദത്തിന്റെ. പുത്രാൻ ഉത്പാദ്യ ധർമ്മതഃ, ധർമാനുസാരമുള്ള പത്നിയെ സ്വീകരിച്ചിട്ട് പുത്രനെ ഉത്പാദിപ്പിച്ച് ആ പുത്രോത്പത്തി അനന്തരമുള്ള ഗൃഹസ്ഥാശ്രമത്തിലെ കർമ്മവും ചെയ്ത്, ഇഷ്ട്വാദ ശക്തോ യജ്ഞേഹി, യജ്ഞേഹി ഇഷ്ട്വ, യജ്ഞങ്ങളാൽ യാഗം നടത്തിയിട്ട് സ്വന്തം ശക്തിക്കനുസരിച്ച്. എന്ന് പറഞ്ഞാല് ആ യാഗാനുഷ്ഠാനത്തിന് ധനം ആവശ്യമില്ലേ? അല്ലാതെ കേരളത്തിൽ നിങ്ങൾ യാഗം എന്ന് പറഞ്ഞിട്ട് പറിച്ചു കട്ടിയിരുന്ന് ജനങ്ങളുടെ അടുത്ത് നിന്ന് പൈസ സ്വീകരിക്കാൻ യാഗത്തിൽ വിധിയില്ല. ശരി, യാഗം യജ്ഞം നടത്തുന്ന യജമാനനാണ് ആ കർച്ച മൊത്തം എടുക്കേണ്ടത്. പിടികിട്ടുന്നുണ്ടോ? മാത്രമല്ല ആ യജ്ഞം കാണാൻ വരുന്ന ആൾക്കാർക്കും ധനം കൊടുക്കണം. അതിന് ബഹിർവേദി ദാനം എന്ന് പറയും. ഇവിടെ ബഹിർവേദി ഗ്രഹണമാണ്, ദാനമല്ല ഇവിടെ നടക്കാറ്, അല്ലേ? സ്വന്തം കടം തീർക്കാൻ വേണ്ടിയിട്ട് നടന്ന സംഭവമാണല്ലോ അതൊക്കെ. ഒരു മഴത്തുള്ളി പോലും വരാതെ, ടീക്കേ, ഫയർഫോഴ്സുകാരെ കൊണ്ട് ഫിലിമില് ഷോട്ട് എടുക്കുന്ന പോലെ വെള്ളം അങ്ങനെ ചെയ്ത് നിങ്ങൾ വീഡിയോ ചെയ്തു വെച്ചോ. ഞങ്ങൾ 2013 യാഗം നടത്തിയപ്പോൾ സംഭവിച്ച മഴ. സത്യത്തിൽ ഈ കേട്ടത് ഏതോ ഒരു ഫിലിം സെറ്റിട്ട സ്ഥലത്ത് പോലും മര്യാദയ്ക്ക് യാഗം ചെയ്തിട്ട് മഴ കിട്ടിയില്ല. ഇവര് മര്യാദയ്ക്ക് യാഗം ചെയ്തിട്ടും ഫിലിം സെറ്റിൽ മഴ കിട്ടിയോ? ഒരാള് കഷ്ടപ്പെട്ട് യാഗം നടത്തിയിട്ട് മഴ കിട്ടിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തായിരുന്നു സംഭവം നടന്നതെന്നുള്ളത്. ഇങ്ങനെയൊക്കെ മഴ കിട്ടായിരുന്നെങ്കിലും സഹാറ മരുഭൂമിയിലെ കൊണ്ടുവച്ചിട്ട് ഇതങ്ങ് ചെയ്താൽ പറയുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് വെച്ചുള്ളൂ, ഈ ടെലിപ്പതിയൊക്കെ വർക്ക് ചെയ്യായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ട്രംപിന്റെ മനസ്സങ്ങ് മാറ്റിക്കൂടെ നിങ്ങൾക്കൊക്കെ ഇരുന്നിട്ട്. പറയാനുണ്ട്, ഇഷ്ടുവാച ശക്തിതോ ഇത് സ്മൃത്യാച്ച അധികൃത അധികാരത്വം ഭാതി. ഒരാൾ തന്നെയാണല്ലോ ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും അധികാരി എന്ന് ഈ ശ്രുതികളിലൂടെയും സ്മൃതികളിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം ആദ്യം ബ്രഹ്മചര്യാശ്രമം, പിന്നെ ഗൃഹസ്ഥാശ്രമം, പിന്നെ വാനപ്രസ്ഥൻ, പിന്നെ സന്യാസിയായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്മൃതിയിലും പറഞ്ഞത് അവസാനം എന്താ? മനോമോക്ഷ നിവേശിക്കുന്ന, മനസ്സിനെ അവസാനം മോക്ഷത്തിൽ നിവേശിപ്പിക്കൂ എന്ന് പറഞ്ഞാല് ബ്രഹ്മകാണ്ഡത്തിലേക്ക് കടക്കുന്ന. ഇപ്രകാരം അധികൃത അധികാരത്വം ഭാതി, ഞങ്ങൾക്ക് ബാധിക്കുന്നുണ്ടല്ലോ, ഒരേ ആൾ തന്നെയാണ് ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും അധികാരി എന്ന്. ഇവിടം വരെ പൂർവക്ഷി പറയുമ്പോൾ തന്ന അത് ശരിയല്ല. ഇത് സിദ്ധാന്തി ഉപയോഗിക്കുന്നതും ജാബാലോപനിഷത്ത് വാക്യം തന്നെയാണ്. എന്താ? ബ്രഹ്മചര്യാദേവ പ്രവർജേത് ഗൃഹാതുവാ വനാതുവാ. ഇത് ശ്രുതിയെ ബ്രഹ്മചര്യ സമയത്ത് തന്നെ പ്രവ്രജനം നടത്തൂ. വിധാനമുണ്ട്. അതിന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ചിലർ ചോദിക്കത്തില്ലേ, ഗൃഹസ്ഥാശ്രമമൊന്നും ഇല്ലാതെ ഞാൻ കേട്ടത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചൂല. ചില സമ്പ്രദായത്തില്, കേരളത്തിലെ ദണ്ഡി സമ്പ്രദായത്തിൽ പോലും ഗൃഹസ്ഥനെ സന്യസിക്കാൻ അധികാരമുള്ളൂ. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, അത് നോക്ക്, നമ്മൾ പറയാറുണ്ട് ഈ ശങ്കരാചാര്യരുടെ പരമ്പര ദണ്ഡി പരമ്പരയല്ല, ദണ്ടുള്ള ശങ്കരാചാര്യന്മാരല്ല ശാങ്കര പരമ്പരയുടെ ശങ്കരന്മാർ. സിസ്റ്റം ഹൈജാക്ക് നടന്നിട്ടുണ്ട് എവിടെയോ. കാരണം നോക്ക്, ഇവിടെ ബ്രഹ്മചര്യകാലത്തെ സന്യസിക്കാം, അവിടെയോ ഗൃഹസ്ഥനായ ശേഷം സന്യസിക്കാൻ പറ്റത്തുള്ളൂ. അതോടുകൂടി തന്നെ തീർന്നില്ല, രണ്ട് പന്തിയാണെന്നുള്ളത് മനസ്സിലായോ? അതേപോലെ തന്നെ മുഖ്യ സന്യാസ സ്ഥലത്ത് സന്യാസത്തിന് 4 ആയി തിരിക്കും: കുടീചകൻ, ബഹൂദകൻ, ഹംസൻ, പരമഹംസ. പരമഹംസ. ഈ പരമഹംസ സന്യാസ സ്ഥലത്ത് ദണ്ഡം ഉപേക്ഷിക്കും, ദണ്ഡം കയ്യിൽ വെക്കത്തില്ല. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യരെ വരച്ച സംഭവമല്ലല്ലോ യഥാർത്ഥം. നമ്മൾക്കുള്ള പരിമിതമായ അറിവിന്റെ പേരിലല്ലേ നമുക്ക് വരാൻ നടക്കത്തുള്ളൂ. ടീക്കേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കുന്ന ഏത് മാണ്ഡവ്യോപനിഷത്തിന്റെ കവറിൽ ശങ്കരാചാര്യർക്ക് ദണ്ട് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ആദ്യമേ അറിയിച്ചുകൊള്ളുന്നു. ഇനി ദണ്ടില്ലാത്തതിന് സങ്കടം ഉണ്ടെങ്കിൽ ടീക്കേ ആദ്യം അറിയിക്കുക. വേറെ തന്നെ ബുക്കിൽ വേറെ തന്നെ ദണ്ട് വരച്ചു നോക്കാം. ഇത് മഹേഷാനന്ദ സംസ്ഥ എന്നും പറഞ്ഞിട്ട് ഒരു സംസ്ഥയുണ്ട് ഇവിടെ കാശിയിൽ. അവരുടെ പഞ്ചപാദിക എന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിലെ 4 സൂത്രങ്ങളുടെ വ്യാഖ്യാനം, പത്മപാദ ആചാര്യ എഴുതിയ വ്യാഖ്യാനമാണ് പഞ്ചപാദിക. അതിന്റെ ടീക്കയാണ് വിവരണം. ടീക്ക പ്രകാശാത്മീയതയുടെ വിവരണം എന്നുള്ളത് ഒരു പ്രസ്ഥാനമായിട്ട് സ്കൂൾ ഓഫ് വിവരണ എന്നും പറഞ്ഞിട്ട് വേറെ തന്നെ പോയ സാധനമാണിത്. അതിന് തന്നെ ഇനിയും ടീക്കയുണ്ട്. തത്വദീപനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 ടീക്കയുള്ള വലിയൊരു പുസ്തകമാണത്. അതിന്റെ കവർ പേജിൽ ശങ്കരാചാര്യർക്ക് ദണ്ടെടുത്ത് കളഞ്ഞു. അപ്പം ദണ്ടുള്ള ശങ്കരാചാര്യ പരമ്പരയല്ല ഈ പരമഹംസ പാരിവ്രാജ പരമ്പര എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ദണ്ടുള്ള ആൾക്കാര് ദണ്ട് കർമ്മത്തിന്റെ ശേഷം കാണിക്കുകയാണ്. ആ ദണ്ടില്
ഒരു പരശു ചിഹ്നവും പിന്നെ ചുറ്റി വെച്ചിരിക്കുന്നത് എന്താ ജനയും ആണത്. പൂണൂൽ ചുറ്റി വെച്ചിട്ടുണ്ട് അതിൽ, അതും മറച്ചു വെക്കുന്നത് മാത്രം. അപ്പൊ കർമ്മത്തിന്റെ ശേഷിപ്പ് എവിടെയുണ്ട്? പരമഹംസ സന്യാസ സ്ഥലത്ത് അവര് കർമ്മം, സന്ധ്യാവന്തനമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ സന്ധ്യാവന്തനാദികൾ ഗ്രന്ഥത്തിൽ അവര് എല്ലാ പരിപാടിയും. സന്ധ്യാവന്തനമൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ അവരുടെ എന്താണ് മഠങ്ങളിൽ പോയാലും അവർ നല്ല ഒന്നാം നമ്പർ കർമ്മകാണ്ഡികളാണ്. എന്ന് പറഞ്ഞാല് ഉപാസന കർമ്മകാണ്ഡത്തിലല്ലേ വരത്തുള്ളൂ. എങ്ങനെയുള്ള ഉപാസന? ദേവിയും ദേവനെയൊക്കെ വെച്ചങ്ങോട്ട് കുളിപ്പിച്ചങ്ങോട്ട് വൃത്തിയാക്കി വിടുന്ന പരിപാടിയാണത്. അപ്പൊ നിങ്ങൾക്ക് പറയാം, എന്നാള് പണ്ട് ദേവിക്ക് ഹവനം നടത്തിയിട്ട് ഞാൻ ഉണ്ടായിട്ടില്ല. എന്റെ കുട്ടികളെ, സാധനം വേറെ, നിങ്ങൾ എവിടെയും കൊണ്ടുവച്ച് കെട്ടാതെ. നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്നത് വിചിത്രമായിരിക്കുന്ന ഒരു സ്പിരിച്വൽ ഫീൽഡാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ശരി, ഓരോ വാളെടുത്തവൻ വെളിച്ചപ്പാട് എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം കെട്ടിവെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അദ്വൈത വേദാന്തത്തിൽ ഒരിക്കലും പൂജയും പരിപാടിയും കാണത്തില്ല. സ്വാമിമാർക്ക് എവിടെ നിന്നാണ് ഈ പൂജയ്ക്ക് നേരം? പൂജ ചെയ്യുന്നവൻ എന്തോ കേമനാണെന്നാണ് വിചാരിക്കുന്നത്. എടോ, നീ നികൃഷ്ടനാണ്, കാര്യം മനസ്സിലാവാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒരു സ്ഥലത്തും വേദാന്തത്തിൽ സാധനം എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. വേദാന്തത്തില് ഇതെടുത്ത് കാണിക്കുന്നത് ഇതിന്റെ ഫലം ജഗതന്തർഗതമായതിനാൽ മുക്തിക്ക് കാരണമല്ല എന്നും പറഞ്ഞ. ഇനി നികൃഷ്ടനായിരിക്കും സന്യാസി എന്ന് പറഞ്ഞാൽ ഇത് ശാങ്കര വേദാന്തം മനസ്സിലാക്കാൻ പറ്റാത്തവന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഹിരണ്യഗർഭ ഉപാസനാദികൾ. അവിടെ നിങ്ങൾ ദേവി ഉപാസന, ദേവോപാസന, ബുദ്ധൻ ചരണം ഗച്ഛാമി ഒന്നും ഇല്ല ഇവിടെ. പിടിച്ചിട്ട് എന്തെങ്കിലും പിടിച്ച് എവിടെയും പിടിച്ച് കൂട്ടിക്കെട്ടാതെ. അമ്പലത്തിലെ ദേവതോപാസന ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ചിലർക്ക് ബ്രഹ്മസ്ഥാനമാണ് ഇഷ്ടം. എന്ത് ചെയ്യാനാ? നമ്മളെന്ത് ചെയ്യും? അപ്പോൾ ഞാൻ കുറ്റം പറയുന്നത്, നിങ്ങൾ ചരിത്ര പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഇവിടെ ഓടുന്നതല്ല ശാങ്കര വേദാന്തമോ ആധ്യാത്മിക പദ്ധതിയോ ഒന്നിനെയല്ല. ഇത് വേറെ തന്നെ ഓടുകയാണ്. സൗന്ദര്യലഹരിയായിട്ട് ശങ്കരാചാര്യന് ഒരു ബന്ധവുമില്ല എന്ന് ശങ്കരാചാര്യർക്ക് പറയേണ്ടി വന്നിട്ടില്ല. കാരണം ബോധവും വിരലുകൾക്ക് അറിയായിരുന്നു. ശങ്കരാചാര്യ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നോ? നിങ്ങളുടെ യോഗസൂത്രത്തിന്റെ ഭാഷ്യം അത് ആരുടെ ഭാഷയാ? ചിലർ പറയും വ്യാസഭാഷ്യം. പക്ഷേ പണ്ഡിത സദസ്സിന് അത് സമ്മതമല്ല. നിങ്ങളുടെ ഈ ഭാമതികാരനായ വാചസ്പതി മിശ്രരുടെ തത്വവൈശാരദിയാണല്ലോ അതിലെ ടീക്ക, യോഗസൂത്രത്തിന്റെ. അതിന്റെ ടീക്കയുടെ അവസാനം അങ്ങനെ എഴുതിയിട്ടുണ്ട്, പാതഞ്ജല ഭാഷ്യത്തിന്റെ ടീക്ക ഞാൻ സമാപിപ്പിക്കുന്നു എന്നാണ് എഴുതി വെച്ചത്. അന്നപ്പോൾ ഭാഷ ആരുടേതാണ്? പതഞ്ജലിയുടേതാണ്. ശരി. വ്യാസൻ ശബ്ദം എന്ന അർത്ഥമേ വിസ്താരം എന്ന അർത്ഥമുണ്ട്. അപ്പം വിസ്താരമായിരിക്കുന്ന ഭാഷ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അങ്ങനെ മാനിക്കുന്നത്? ഒരു സൂത്രകാരനായിരിക്കും ഒരു ശാഖയുടെ ആചാര്യൻ. അങ്ങനെ ഇരിക്കുന്ന വേദാന്ത മാർഗത്തിലെ ശാസ്ത്രം എന്നുള്ളതിൽ വേദാന്ത ശാസ്ത്രത്തിന്റെ ആചാര്യനായിരിക്കുന്ന വ്യാസൻ, സൂത്രകാരൻ, എങ്ങനെയാണ് ദ്വൈതകാണ്ഡമായിരിക്കുന്ന യോഗസൂത്രത്തിന് ഭാഷ എഴുതി കൊടുക്കുക? മനസ്സിലായോ? എന്ത് കിട്ടിയാലും കൈവക്കാൻ എന്നുള്ള രീതിയിലല്ല. അതുകൊണ്ട് തന്നെ ആ സൂത്രത്തിന്റെ വ്യാഖ്യാനമായിരിക്കുന്ന ഭാഷ്യം, ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഷ്യം, ഈ എഴുതിയ ആൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദേവി എന്ന് പറഞ്ഞ് പാട്ടുപാടി ഇറങ്ങത്തില്ല. അതേപോലെ അതിലുള്ള കൊമ്പും കൊളുത്തും വരച്ചു വെച്ചിട്ട് തന്ത്രപ്രയോഗം നടത്തത്തില്ല. ജഗത്ത് മിഥ്യയായ ആൾക്കാർക്ക് എവിടെ നിന്നാണ് തന്ത്രപ്രയോഗം നടത്തിയിട്ട് വശ്യവും ചെയ്ത് നടക്കേണ്ട ഗതികേട്? വേറെ വ്യാസന എന്ന് പറഞ്ഞല്ലേ സ്വാമിജി ക്ലാസ് എടുക്കുമ്പോൾ ആ നമുക്കത് വേറെ വ്യാസന എന്ന് പറഞ്ഞ് തന്നാണ് ക്ലാസ് എടുത്തു തരുന്നത്. ഈ പാതഞ്ജല യോഗസൂത്രത്തിന്റെ ഭാഷ്യം എഴുതിയത് വേറെ വ്യാസനാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു. ചിലപ്പോൾ ഇങ്ങനെയും പറഞ്ഞു തന്നിട്ടുണ്ടാവും, യുജുർ യോഗ എന്നുള്ളത് പരമാത്മ ജീവാത്മ സമയോഗ എന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? ഉത്തരകാശിയിലെ ഹരിബ്രഹ്മാനന്ദ സ്വാമിജിയുടെ ക്ലാസ് ആയിരുന്നു ഞാൻ ഒരിക്കൽ കേട്ടത്. ആ അങ്ങനെ കേട്ടിട്ടില്ല. ഇതിൽ പണ്ഡിതന്മാരുടെ സമ്മതം ഇങ്ങനെയാണ്. വ്യാസ എന്നുള്ള വിസ്താരമാണ്. ശരി. അതേപോലെ തന്നെ നിങ്ങളുടെ സാഖ്യം, ചിലർ സാഖ്യസൂത്രം എടുത്തു കൊടുക്കും. അങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ സാഖ്യസൂത്രം വിദ്വസമ്മതമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ടീക്കാകാരൻ ഉണ്ടല്ലോ വാചസ്പതി, സാഖ്യസൂത്രത്തിലല്ല കൈവച്ചത്. പിന്നെയോ സാഖ്യതത്വ ഗമതിയിലാണ് വെച്ചത്. എന്റെ വ്യാഖ്യാനാണ് വരുന്നത്, കാരികയുടെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളൂ. അതിന് കാരണം എന്താ? സാഖ്യസൂത്രങ്ങള് വേദാന്തമായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഭാഷ നിങ്ങൾക്ക് ഈ ഭാഷത്തിലൂടെ കാണാം, സാഖ്യത്തിന്റെ നിരൂപണം നടക്കും. ഈ സാഖ്യത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. സാഖ്യസൂത്രത്തിലൂടെ വിജ്ഞാന ഭിക്ഷു തന്നെ
സാങ്കേസൂത്രം പണ്ടുണ്ടായിരുന്നതിനോട് കൂടെ കൂട്ടിച്ചേർത്തിട്ട് അങ്ങനെ തന്നെ ഭാഷ എഴുതി കളഞ്ഞു എന്നാണ് അഭിപ്രായം. പക്ഷെ അപ്പോഴും ചിലർ സാങ്കേസൂത്രം എടുത്തു കൊടുക്കുന്നില്ലേ? മനസ്സിലായോ? സാങ്കേസൂത്രം എടുത്തു കൊടുക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് സാങ്കേകാരിക കൈവെക്കാത്തത്? സാങ്കേകാരികയുടെ ടീക്ക, വാചസ്പതിയുടെ ടീക്ക നല്ല കട്ടി ടീക്കയാണ്. അതുകൊണ്ട് മുൻ ആചാര്യന്മാരുടെ അഭിപ്രായം ഉൾക്കൊണ്ടിട്ടായിരിക്കണം. ചിലർക്ക് ശരിയാണ്, അവർക്ക് ദേവതയും ഓക്കെയാണ്, വേദാന്തത്തിനോട് കൂടെ ദ്വൈതവും കൂട്ടിച്ചേർക്കാം, അവർക്ക് അതേപോലെ തന്നെ ബൗദ്ധനും പ്രമാണമായി മാറും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യത്തില്. ബൗദ്ധന്റെ അസ്വകാര്യം വാദമല്ലല്ലോ വേദാന്തിയുടെ അനിർവചനീയ വാദം. ഇപ്പൊ രണ്ടിന്റെയും വാദവ്യത്യാസം മനസ്സിലാക്കാതെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും, അത് ക്ലാസ് എടുക്കുന്നതല്ലല്ലോ, നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ ഇവിടെ. വേദാന്തം എടുക്കുമ്പോൾ ദ്വൈതകാന്ഡം പറയാം, ദ്വൈതകാന്ഡം എടുക്കുമ്പോൾ അദ്വൈതകാന്ഡം പറയാം. ഇതൊരിക്കലും ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി അദ്വൈതകാന്ഡം എടുക്കുമ്പോൾ പോലും സാങ്കിനെയും നൈയായികനെയും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. നൈയായികന്റെ സ്ഥലത്ത് സാങ്കേ സിദ്ധാന്തം പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെയും സ്വന്തം സ്വന്തം സിദ്ധാന്തം വെവ്വേറെയാണ്. അതിനനുസരിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറയാറില്ലേ, ആത്മഖ്യാതിർ അസത്ഖ്യാതിർ അഖ്യാതിഖ്യാതിരന്യഥ തഥാ നിർവചനീഖ്യാതിർ ഇത്യേത ഖ്യാതി പഞ്ചകം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മതം മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾക്ക് ഒന്നിപ്പിച്ചിട്ട് ഞാനിത് വേണമെങ്കിൽ ഇത് ഒന്നിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. നീ ഒന്നിപ്പിക്കാൻ പോകണ്ട. കാരണം പൂർവ്വ ആചാര്യന്മാർക്ക് അഭിപ്രായം ഇല്ലാത്ത കാര്യത്തിൽ എടുക്കാൻ ചെയ്യുന്നത്. അഭിപ്രായം ഇല്ലാതിരിക്കാൻ കാരണം അവർക്ക് അതിന് തെളിവുള്ളത് കൊണ്ടാണ്. ഇതെന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അത് രണ്ടും ഒന്നിപ്പിക്കാതിരുന്നത്. അപ്പോൾ ഉള്ള പ്രസംഗം ചുള്ളിക്കാടന്തിന് ഈ സൗന്ദര്യലഹരി എഴുതിയതാ. അങ്ങനെ തോന്നി അങ്ങനെ എഴുതും. നിങ്ങൾ ആരവിടെ ഇപ്പൊ? ടീക്കേ, അത് പാടുണ്ടോ? നിങ്ങൾ ആദ്യം അന്വേഷിക്ക്, ശങ്കരാചാര്യരായിരുന്നു ഇല്ല സൗന്ദര്യലഹരി എഴുതിയത് എന്നുള്ളത്. എന്നിട്ട് ബാക്കി ചുള്ളിക്കാടനെ എഴുതണോ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കും. അങ്ങനെ എഴുതിക്കോട്ടെ, നമുക്ക് എന്ത് പ്രശ്നം? അപ്പോൾ ബ്രഹ്മചര്യാദേവ പ്രവർത്തിയത് ആസാദേതി ശുദ്ധാത്മാ മോക്ഷം വൈ പ്രഥമാശ്രയേ. ആസാദേതി പ്രാപിക്കുന്നു. ശുദ്ധാത്മാ, ആത്മാ എന്നുള്ളത് ഇവിടെ അന്ധക്കരണം നാട്ടർത്ഥം. ശുദ്ധാത്മാ എന്നുള്ളത് ശുദ്ധമായിരിക്കുന്ന അന്ധക്കരണോട് കൂടിയായിരിക്കുന്നവൻ മോക്ഷം ആസാദേതി, മോക്ഷത്തെ പ്രാപിക്കുന്നു. എവിടെ? പ്രഥമാശ്രയേ. 4 ആശ്രമങ്ങളിലെ പ്രഥമാശ്രയത ബ്രഹ്മചര്യാശ്രമം. ഇത് ശ്രുതി സ്മൃതി പ്രകാരം ശ്രുതിയും സ്മൃതി ഉള്ളത് കൊണ്ട് എന്ത് മനസ്സിലാക്കണം? ത്വയാഹുർ ഉദാഹൃത ശ്രുതി സ്മൃതിയോ, നിന്നാൽ ഉദാഹരിക്കപ്പെട്ടിരിക്കുന്ന ശ്രുതി സ്മൃതി ഉണ്ടല്ലോ. ഏത്? ഒന്ന് ക്രമസന്യാസം പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തത് മനസ്സിനെ മോക്ഷത്തിൽ നിവേശിപ്പിക്കുക യജ്ഞാദികൾ ചെയ്ത ശേഷം എന്ന് പറയുന്ന സ്മൃതിയും. ഇതൊക്കെ ആരെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്? അശുദ്ധ ചിത്ത വിഷയത്വകമാത്. അശുദ്ധ ചിത്തമുള്ളവനെയാണ് വിശദീകരിക്കുന്നത് എന്ന് പറയുന്ന. ചിത്തശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവൻ പണ്ടേക്ക് തന്നെ ബ്രഹ്മകാണ്ഡത്തിലേക്ക് കയറിയനെ. അതില്ലാത്തത് കൊണ്ടാണ് ക്രമത്തിൽ കയറി വരുന്നത്. അത് അശുദ്ധ ചിത്തനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് നീ ഉദ്ധരിച്ചിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അതിനുശേഷമുള്ള വാക്യം ഉണ്ടായിരുന്നു, അതിനെയാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ക്രമം ഇല്ല. അല്ല, ആദ്യം പറഞ്ഞ രീതിയിൽ ക്രമം പറ്റൂലേ? ആദ്യം ബ്രഹ്മചര്യം, പിന്നെ ഗൃഹസ്ഥാശ്രമം, പിന്നെ സന്യസിക്കാലോ. അവിടെയും വാസ്തവത്തിൽ ക്രമം കിട്ടൂല. ആ ഒരു വിഷയം ഇവിടെ ഉന്നയിച്ചിട്ടില്ല. അത് നമ്മൾ ഈശാവാസ്യന്ന് കൊണ്ടുവന്നത് വിശിഷ്ട രൂപഭേദം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഭിന്നാധികാരിയാണ്. മനസ്സിലാക്കി? ഏതദുക്തം ഭവതി, ഈ കാര്യം പറയപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം വിശദീകരിക്കാൻ. യതി ജന്മാന്തര കൃത കർമ്മഭിഹി ശുദ്ധം ചിത്തം തഥാ ബ്രഹ്മചര്യാദേവ സന്യസ്യ ബ്രഹ്മ ജിജ്ഞാസിതവ്യം. യതി ഇങ്ങനെയാണെങ്കിൽ എന്ത്? ജന്മാന്തര കൃത കർമ്മഭിഹി ചിത്തം ശുദ്ധം, മുമ്പുള്ള ജന്മങ്ങളാൽ ചെയ്യപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളാൽ ചിത്തം ശുദ്ധമാണെങ്കിൽ തഥാ ബ്രഹ്മചര്യാദേവ സന്യസ്യ, അങ്ങനെയാണെങ്കിൽ ബ്രഹ്മചര്യ കാലത്ത് തന്നെ സന്യാസം സ്വീകരിച്ചിട്ട് ബ്രഹ്മ ജിജ്ഞാസിതവ്യം, ബ്രഹ്മചിന്തനം നടത്തണം, ജിജ്ഞാസ നടത്തണം. യഥാന ശുദ്ധമിതി രാഗണ ജ്ഞായതേ. വിഷയരാഗം ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ചിത്തശുദ്ധമല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? തഥാ ഗൃഹീ ഭവേത്, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുക. എന്നിട്ടോ അവിടുന്ന് ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ അവിടുന്ന് സന്യസിക്കാം. തത്രാപി അശുദ്ധവും, അവിടെയും ശുദ്ധമായിട്ടില്ലെങ്കിൽ വനി ഭവേത്, വാനപ്രസ്ഥാശ്രമത്തിലേക്ക് മാറുക. എന്നിട്ടോ അവിടുന്ന് സന്യസിക്കാം. അവിടെയും ശുദ്ധമായിട്ടില്ലെങ്കിലോ തത്രാപി അശുദ്ധവും, അവിടെയും ശുദ്ധം അല്ല ചിത്തമെങ്കിൽ തഥൈവ കാലം ആകലേത്, കാലം എണ്ണിക്കൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞാല് കാലക്ഷേപം ചെയ്യുക, അവിടെ കാലം കാത്തിരിക്കുക. എന്നിട്ട് സന്യസിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. വനേ ശുദ്ധോ പ്രവർജേത്. കണ്ടോ, വനത്തിൽ ഇനി ശുദ്ധമായാൽ സന്യാസം സ്വീകരിക്കുക. തഥാച ശ്രുതി, ഇതിനെ അനുകൂലിക്കുന്ന ഒരു ശ്രുതി പറയാണ്. യദഹരേവ വിരചേ തദഹരേവ പ്രവർജേതി. ഞങ്ങൾ പറഞ്ഞതിനാട്ടോ, സിദ്ധാന്തിയുടെ അനുകൂലമായിട്ട്.
ഏത് ദിനമാണോ വൈരാഗ്യം വരുന്നത് ആ ദിനം പ്രവചനം നടത്തുക എന്ന് പറയുക. ഏത് ആശ്രമത്തിലും വൈരാഗ്യപൂർവ്വമായിരിക്കുന്ന ഒരു സന്യാസത്തെ വിധിച്ചിട്ടുണ്ട്. ഇതാണ് അക്രമ സന്യാസം. തസ്മാത് ന അനയോർ അധികൃത അധികാരത്തെ കിഞ്ചിത് മാനവിധിഭാവ. ആയതിനാൽ ബ്രഹ്മജിജ്ഞാസയ്ക്കും ധർമ്മജിജ്ഞാസയ്ക്കും തമ്മിൽ അധികൃത അധികാരത്വം എന്ന് പറയുന്നത് ഒരേ അധികാരിയാണ് എന്നുള്ളതിന് ഒരു പ്രമാണവുമില്ല. നനു മീമാംസയോഹോ ശേഷശേഷിത്വം അധികൃത അധികാരത്വം ച അസ്തു. പൂർവക്ഷി പറയാണ്, മീമാംസകൾ തമ്മിൽ ബ്രഹ്മമീമാംസയും ധർമ്മമീമാംസയും തമ്മിൽ ശേഷശേഷിത്വമോ അധികൃത അധികാരത്വമോ ഇല്ലാതിരിക്കട്ടെ. എന്നിരുന്നാലും ഏക മോക്ഷ ഫലകത്വേന ഏകകർത്തൃകത്വം സ്യാദേവ. ഏകമായിരിക്കുന്ന മോക്ഷം ഫലമായിരിക്കുകയാണ്. ഏതിന്? രണ്ടിനും. കർമ്മവും ജ്ഞാനവും ചേർന്നിട്ടാണ് മോക്ഷം കൊടുക്കുന്നത് എന്നാണ് പൂർവക്ഷിയുടെ സമ്മതം. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതുകൊണ്ട് ഏകകർത്തൃകത്വം ഉണ്ടാവും. എവിടെ? ബ്രഹ്മ ജിജ്ഞാസകളിൽ. വദന്തിഹി, ഇങ്ങനെയും ഒരു വചനം കാണുന്നുണ്ട്. എന്ത്? ജ്ഞാനകർമ്മഭ്യാം മുക്തി ഇതി സമുച്ചയവാദിന. ഇത് വേദമൊന്നല്ല കേട്ടോ. സമുച്ചയവാദികൾ പറയുന്നത് ജ്ഞാനകർമ്മങ്ങൾ കൂടി ചേർന്ന് മുക്തി. അതുകൊണ്ട് ഏകാധികാരത്വം കാണാം. ഏകാധികാരത്വം കിട്ടിക്കഴിഞ്ഞാൽ ക്രമം ഉണ്ടാവും. എവിടെ? ബ്രഹ്മധർമ്മ ജിജ്ഞാസകൾ തമ്മിൽ. ഏവം ഏക വേദാർത്ഥ ജിജ്ഞാസികത്വാച്ച ഏകകർത്തൃകത്വം. ഏക വേദാർത്ഥം, ഏകമായിരിക്കുന്ന ഒരു വേദം, അതിന്റെ അർത്ഥമാണെന്ത്? രണ്ടും, ബ്രഹ്മകാണ്ഡവും കർമ്മകാണ്ഡവും. അതുകൊണ്ട് ഏക വേദാർത്ഥം ജിജ്ഞാസികത്വാച്ച ഏകകർത്തൃകത്വം. എടുക്കാം. സ്വാമിജി നമോ നാരായണ. നമ്മള് ശൃംഗേരിയിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉപാസന അവിടെ കംപ്ലീറ്റ് ഒരുപാട് രുദ്രവും ഉപാസനയാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയും. എന്നാലും ക്ലാസ്സുകളുണ്ട്. അപ്പൊ നമ്മളിവിടെ അവിടെ എപ്പോഴും ശ്രീരുദ്രവും ഉപാസനയും ഉണ്ട്. അപ്പം നിരവധി ആളുകൾ വരുന്നതല്ലേ. ഒരുപക്ഷെ ഇപ്പൊ നമ്മള് കർമ്മകാണ്ഡവും രണ്ടും കൂടെ ചേർത്ത് പോകുന്ന ഒരാശയം വെച്ചിട്ടായിരിക്കുമല്ലേ അവിടെ ഇപ്പൊ ശൃംഗേരിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ശൃംഗേരിയാണ് ഭാഷകാരന്റെ മതം എന്ന് ആരാ പറഞ്ഞത്? ശൃംഗേരിയിലെ മതം ആണ് ഭാഷകാരന്റെ മതം എന്ന് ആര് പറഞ്ഞു? ഇല്ല, അങ്ങനെയില്ല. അതായത് അതുകൊണ്ടാണ് നമ്മള് പ്രശ്നം എന്താ പറഞ്ഞാലേ, താടിയിളപ്പിനെ പേടികൾ എന്ന് പറഞ്ഞ പോലെ ഷോ വേണം, എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഇമ്പമാവും. കാര്യം പറഞ്ഞാൽ അവര് ചവിട്ടി തീർത്തില്ല. നമ്മൾ ഈ ഉപാസന ഇവിടെ പറഞ്ഞതല്ലെന്നും എന്തിന് ഇത്രയും രസകരമായ ഒരു ശബ്ദം മധുസൂദന സരസ്വതികളുണ്ട്. അവിടെ പറയുന്നത് ഉപാസകനോട് വേദാന്തം ഉപദേശിച്ചിട്ട് കാര്യം ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സംക്ഷേപ ശാരീരത്തിൽ. അത് കാലം കുറെ എടുക്കും. ഇവർ പറയുന്നത് ഇവരെന്താ ഉദ്ദേശം എന്ന് പറയും. ഭാഷകാരൻ ഒരു സ്ഥലത്ത് പറയും തസ്മാത് മുമുക്ഷു ദേവത ആരാധന പരോ ഭവേദന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മുമുക്ഷു ദേവത ആരാധന ചെയ്യുന്നവനായിരിക്കണം. ഇതെന്തുകൊണ്ടാ? നിങ്ങൾക്കത് ബൃഹദാരണ്യത്തിൽ കാണാം. നമ്മൾ ദേവത ഉപാസന ചെയ്യുന്നില്ല എങ്കിൽ ദേവതകൾക്ക്, അതായത് നമ്മുടെ ഒരു ജീവിത സമയത്ത് ദേവതകൾക്ക് ഭോഗം കൊടുക്കാനുള്ള അധികാരമുള്ളവരാകുന്നു. എന്നപ്പോൾ എന്ത് പറ്റും? ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഒരു 10 പശു ഉള്ള ആൾക്ക് ഒരു പശു നഷ്ടപ്പെട്ടാൽ ഇഷ്ടമല്ല. കാരണം അങ്ങേരുടെ ജീവിത പ്രശ്നമാണ്. ഒരു ദേവന്റെ ജീവിതകാലത്ത് ഒരു ജീവൻ 10,000 വട്ടം ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കും. അതിൽ 1000 വട്ടം മനുഷ്യജീവനും ഉണ്ടാവാം. അപ്പം ഒരു ജീവൻ മുക്തനായി കഴിഞ്ഞാൽ ദേവതയെ സംബന്ധിച്ച് 1000 പശുവിന്റെ നഷ്ടത്തിനുള്ള സമാന നഷ്ടമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ജീവനും രക്ഷപ്പെടാൻ ദേവതകൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിചാരിച്ച പോലെ ദേവതയെ പ്രാർത്ഥിക്കുമ്പോഴേക്ക് ദേവത അവിടെ ഇട്ടുതരാൻ നിൽക്കുകയല്ല. വേദാന്ത ശാസ്ത്രത്തിൽ എങ്ങനെയാണ് പറയുന്നത്? കാരണം നിങ്ങളുടെ വഴി തടയൽ ടീമാണ് ഇവര്. അതെങ്ങനെ തടയും വെച്ച് കഴിഞ്ഞാല് ബുദ്ധിയിലാണ് ഇവർ തടയുക. പിന്നെ വേദാന്തം ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുക. ശരിക്കേ. അപ്പൊ അത് ഒഴിവാക്കാൻ എന്ത് വേണം? ദേവത ആരാധന വേണമെന്നാ പറയുന്നത്. നമ്മൾ പറയത്തില്ലേ ദുഷ്ടം പ്രഥമം നമസ്കൃത്യ എന്ന് പറയും. ഒരു സ്ഥലത്ത് ശിഷ്ടനെ നമ്മൾ നമസ്കരിച്ചില്ലേ വിഷയമൊന്നുമില്ല. ദുഷ്ടനെ കെയർ ചെയ്ത് കൊള്ളണം. പ്രശ്നക്കാരനാണ് അവൻ. ദേവതകൾ 1ാം നമ്പർ പ്രശ്നക്കാരാണ്. അവരെ കെയർ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വന്നത്. അതല്ലാതെ വേദാന്ത ശാസ്ത്രത്തില് ഉപാസന വഴി മുക്തിക്കുള്ള മാർഗമേ അല്ല. ശരിയാണോ വെച്ചാൽ ആണ്. അതെങ്ങനെയാ? ഉപാസന ചെയ്ത് ഹിരണ്യഗർഭ ലോകത്തിലെത്തി ഹിരണ്യഗർഭന്റെ ഉപദേശം കിട്ടിയാൽ മുക്തനാവും. അപ്പൊ ഉപദേശമല്ലേ മുഖ്യം? ആണ്. ആ ഉപദേശം അവിടെ എന്തുകൊണ്ട് ഉപാസനയായിരുന്നു മുഖ്യമെങ്കിൽ ഹിരണ്യഗർഭൻ എന്തുകൊണ്ട് ഉപാസനയുടെ ഉപദേശം കൊടുത്തില്ല? കൊടുക്കണ്ടല്ലായിരുന്നു? ചോദിച്ചു നോക്കൂ സാറന്മാരോട്, നിങ്ങളെ സാറന്മാരോട് ചോദിച്ചു നോക്കൂ. എനിക്ക് നിങ്ങളെ സാറന്മാർക്ക് നന്നായിട്ട് അറിയാം. ഇവര് 1ാം നമ്പർ ഉപാസകന്മാരും ഇവരെ വായിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് ബൗദ്ധന്റെ അടുത്ത് പഠിക്കാനുണ്ടായിരുന്നു ഉപാസന എന്ന്. ഞാൻ ശരിക്കും നിപ്പ് കത്തിപ്പോയ സംഭവമാണിത്. നിപ്പിൽ മരം ഇടിവെട്ടുന്ന പറയും, കത്തുവെന്ന് അറിയത്തില്ലേ? രണ്ടും അറിയത്തില്ലല്ലോ എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ മുച്ചൂട് മുടിക്കുന്നതാണ് ബൗദ്ധ സിദ്ധാന്തത്തെ. അതിനെ ഏറ്റുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേദാന്ത ശാസ്ത്രത്തെ പിടിപാടില്ല എന്നർത്ഥം. നിങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ പണ്ട് സുഷുപ്തിയിൽ അവിദ്യ
ഇല്ലെന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരാണ്. നമുക്ക് ഇവരെ നന്നായിട്ട് അറിയാം. അടുത്ത കാലത്താണ് ഈ അഭിപ്രായം മാറ്റിയത്. സുഷുപ്തിയിൽ അവിദ്യ ഇല്ലെന്ന് മാനിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തല്ല, ഇഷ്ടം പോലെ സ്ഥലം ഞാൻ കാണിച്ചുതരാം, പോയിന്റ് ടു പോയിന്റ്. ടീക്കേ, 1-ാം നമ്പർ പെടൽ പെടും. ഒന്ന്, സാക്ഷിയുടെ സ്വരൂപത്തിന് നിശ്ചയമേ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് സുഷുപ്തിയിൽ അവിദ്യ ഇല്ലെന്ന് മാനിക്കുന്നത്. ചെറിയൊരു സംഭവത്തിലൂടെ പിടികിട്ടും ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലതാണ് ഉപാസന. ഒരാളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ബലമല്ലേ. പിന്നെ ജനങ്ങളുടെ മൊത്തം തലയിൽ എന്താ ഉള്ളത്? ഉപാസനയിൽ നിന്ന് എന്നാ ഉള്ളത്. നിങ്ങൾ കേരളത്തിലെ മൊത്തം ചരിത്രം പിടിച്ചു നോക്കുമ്പോൾ ആനുകാലികമായിട്ട് മറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ സിദ്ധാന്തത്തിലൂടെ കാണുന്നത് അത് തന്നെയാണ്. എന്തിന്? കുണ്ടലിനിയിലൂടെ മോക്ഷം കിട്ടുമെന്ന് ധരിച്ചു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കുണ്ടലിനി പാമ്പ്, നമ്മൾ അതിന്റെ കഥ എടുത്തു. കുണ്ടലിനി എന്നൊരു പാമ്പ് മൂലാധാരത്തിരിക്കുന്നു. ഇതെങ്ങോട്ട് പോകും? പരമാത്മാവിനെ കാണാം. അവിടെ തന്നെ ദ്വൈതഭാവന വന്നില്ലേ? ഇനി ഇത് പോവാന്ന് പറഞ്ഞ ക്രിയയാണ്. ക്രിയാസാധ്യമല്ല മോക്ഷം. സ്വരൂപത്തിന്റെ ആവരണം ഉള്ളത് കൊണ്ട് ജഗത്തും ആവരണം നഷ്ടപ്പെട്ടാൽ മുക്തി വേണം. ഇത്രയുള്ള സംഭവം. ആവരണം നഷ്ടപ്പെടുക ജ്ഞാനത്താലാണ്, ഉപാസനയാലല്ല. ഉപാസന പ്രമാണമേ അല്ല കുട്ടികളെ. പ്രമാണം എന്ന് പറയാൻ പ്രമേയം ജനിപ്പിക്കുന്നതാണ് പ്രമാണം. ടീക്കേ, പ്രത്യക്ഷം, അനുമാനം, ആഗമം, അർത്ഥാപത്തി, അനപലബ്ധി എന്നിങ്ങനെ നമുക്ക് ഉപമാനം, ഇങ്ങനെ 6 പ്രമാണത്തെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഈ പ്രമാണത്തിൽ നിന്ന് ജനിക്കുന്ന ജ്ഞാനമാണ് പ്രമാ എന്ന് പറയുന്നത്. ഉപാസനയെ യോഗസൂത്രത്തിലോ സാങ്ക്യത്തിലോ പോലും പ്രമാണമായിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് വേദാന്തത്തിൽ പ്രമാണമായിട്ട് വരിക? ഇതൊന്നും മനസ്സിലാക്കാതെ ടീക്കേ, പണ്ട് പൂച്ചയെ മൂടി വെച്ച കഥ പറഞ്ഞു കൊടുക്കും. ഇവര് തന്നെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇവരെ സാധനം ചെയ്തു കിടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് അത്യാവശ്യം നമ്മൾ വരത്തില്ല മലയാളത്തിൽ ആംബിയർ വേണമെന്നുള്ളത്. ഇത് കടന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് മറ്റുള്ള കാര്യങ്ങളൊക്കെ സൈഡ് വെക്കാനുള്ള നല്ല ശക്തമായ ബുദ്ധിയുള്ളവനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മണിയും കിണിയും തന്നെ ശരണം ഉണ്ടാകത്തുള്ളൂ. വേദാന്തത്തിന്റെ വഴിയല്ല ഉപാസന. ഉപാസന ശരിയാണ്, പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചില സ്ഥലത്ത് കാണും ഉപാസന എന്തിനാ പറഞ്ഞു വെച്ചാൽ പറയും അത് ക്രമമുക്തിക്ക് കാരണമായതുകൊണ്ട് എന്നാ. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ ഉപാസന കയറി വന്നത്. പക്ഷെ ഇതല്ല നിങ്ങളുടെ മുഖ്യ പദ്ധതി. സന്യാസിയുടേത് വിചാരം വഴിയാണ്, വിചാര ഉപാസനയല്ല. ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഉപാസനയെ വിചാരമാക്കിയിട്ടാണ്. അതാണ് പ്രശ്നം. മനസ്സിലാകുന്നുണ്ടോ? ഒരു വസ്തുവിലേക്കുള്ള വിചിന്തന സ്ഥലമാണ് വിചാരം. അതെങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ്. അറിഞ്ഞ സ്ഥലത്ത് നിരന്തര വൃത്തിയാണ് ധ്യാനം. അതാണ് ഉപാസന. ഇപ്പം പിടി കിട്ടിയോ സ്വാമിജി? അതൊരു നല്ലൊരു ക്ലാരിറ്റി ആയിരുന്നു. ആചാര്യസ്വാമികൾ പക്ഷേ പ്രതിഷ്ഠകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അയ്യോ, ആചാര്യസ്വാമികൾ എവിടെയാ പ്രതിഷ്ഠിച്ചു വെച്ചത്? ആചാര്യസ്വാമികള് ഒരു കാര്യം ചെയ്യും. ഇതുണ്ടല്ലോ, എന്താണ് സൗന്ദര്യലഹരി ആചാര്യൻ എഴുതിയാണ്. കാമസൂത്രത്തിന്റെ ആചാര്യന് കൊടുക്കുന്ന ടൈറ്റിൽ എന്തിനാ ഒഴിവാക്കുന്നത്? എല്ലാം അങ്ങേരായിരുന്നു എഴുതി വെച്ചത്. പ്രശ്നമേ ഇവിടെ മാത്രമല്ല, നോർത്തിലും ഉണ്ട് ശുഭഗോദയം. ശരിക്കേ, കാരണം എന്റെ സുഹൃത്തുക്കൾ അത് കൊണ്ടുവരുന്നതാണ്. ഇതിലൂടെ രണ്ട് വിഭാഗ ആൾക്കാർ നിങ്ങൾ സന്യാസാശ്രമത്തിൽ കാണും. ഒന്ന് ഉപാസനയിലൂടെ ഉപാസന നിൽക്കുന്ന ആൾക്കാർ, രണ്ടാമത്തത് ഉപാസന ഇല്ലാതെ പക്കാ വിചാര സ്ഥലത്തേക്ക് നിൽക്കുന്ന ആൾക്കാർ. ഇവർ പറയും പിന്നെ ഉപാസന ഇല്ലാതെയാണോ? നിങ്ങൾ ഉപാസന ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടില്ലല്ലോ. അല്ല, വിചാരം നടത്തണമെങ്കിൽ ദേവതയുടെ കൃപ വേണം. ദേവതയുടെ കൃപയുള്ളത് കൊണ്ടാണ് വിചാരം നടത്തുന്നത്. നിങ്ങൾക്ക് അതില്ലാത്തതുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റാത്തത്. സിമ്പിൾ. ഇത് എത്ര പറഞ്ഞു കൊടുത്താലും തലയിൽ കയറത്തില്ല. കാരണം നമ്മുടെ തലയിൽ എന്താ ഉള്ളത്? ശങ്കരാചാര്യര് തന്ത്രവും ശങ്കരാചാര്യ തലയിൽ വെച്ചു കൊടുക്കും. എന്തൊക്കെ കിട്ടുന്നതെല്ലാം അങ്ങേറ് കൂടും. വേദാന്ത ചിന്താ പദ്ധതി അത്ര ഈസി ഒന്നല്ല. അതിന് അങ്ങനത്തെ ആചാര്യന്മാരുടെ അടുത്ത് പഠിച്ചെടുക്കണം. അതാണ് പ്രശ്നമുള്ളൂ. ഞങ്ങൾ കൈലാസ് മണ്ഡലേശ്വരി ഇപ്പോൾ അല്ല, 11-ാം മണ്ഡലേശ്വരെ അങ്ങേര് 32 നമ്പറിൽ കുടിയിൽ ഇരിക്കുന്ന സമയത്താണ്. അപ്പൊ അങ്ങേരുടെ റൂമിലെ എന്താ രസം എന്ന് പറഞ്ഞാല് ദേവതകൾ ഒന്ന് ഒളിഞ്ഞു നോക്കാൻ പോലും നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. ആ വഴിക്ക് ഒരു ദേവതയും ഇല്ല. ശരി, ആകെ പണ്ട് അങ്ങേരുടെ റൂം മാറിയിട്ട് 32 നമ്പറിൽ നിന്നാണ് അങ്ങേര് കൈലാസത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങേരുടെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന 2 പ്രിസമാണ്. നമ്മുടെ ഇത് ഒന്ന് ഘടം ഒന്ന് പടവാണ്. ठीक है. 2 എന്താ പറയാ ക്രിസ്റ്റല്. ठीक है. ആ 2 ക്രിസ്റ്റൽ ഞാൻ സ്വാമി നമ്മളെ ഘടവും പടവും കൊണ്ടോട്ടെ. അതാണ്, അല്ലാണ്ട് മൂർത്തി ഒന്നും അല്ലല്ലത്. ഒന്നും ഘടമാണ്, ഒന്നും പടമാണ്. ഇത്രയേ ഉള്ളൂ സാധനം. അതുകൊണ്ട് ഗുണം എന്താണെന്നോ, നമ്മളുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു വേറെ റേഞ്ച് മാറിയ സാധനമാണ്. പക്ഷെ ചിലരുടെ റൂമിൽ പോയി കഴിഞ്ഞാല് ദേവതകൾ നിരന്നിരിക്കുന്നുണ്ടാവും അവിടെ. ठीक है. ഇനി പോയവനും ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേര് അതും അവിടെ വെച്ചോളും. നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങേരുടെ കർത്തവ്യം. ഞങ്ങളുടെ സമയത്ത് കൊണ്ടുപോകാൻ ഒരുത്തൻ ഭയക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു പരിപാടിയില്ല. എന്നിട്ടെന്ത് പറ്റി? വേദാന്തം വിചാരം നടത്തുന്നവൻ പൂർവ്വജന്മത്തിൽ ചെയ്തത് കൊണ്ടാണ് അവൻ വിചാരം നടത്താൻ പറ്റുന്നത്. അതല്ലാത്തവർക്ക് ഉപാസനയെ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവൻ പൂർവ്വജന്മത്തിൽ ഉപാസകനായിരുന്നു. ഒരു ഉപാസകൻ അടുത്ത ഉപാസകനായിട്ട് ജനിക്കുക എന്നല്ലാതെ വേദാന്തിയായിട്ട് ജനിക്കത്തില്ല. കാരണം കയ്യിലുള്ളതിനനുസരിച്ച്
പരമാത്മ സൃഷ്ടികാലത്ത് വിധാനം ചെയ്യത്തുള്ളൂ. ഇല്ലാത്തടുത്ത് കൊടുക്കത്തില്ല അങ്ങേര്. അയ്യോ അയ്യോ ഞാൻ അങ്ങേരെ ഇതുവരെ പൂജിച്ചല്ലേ, എടാ മണ്ട പൂജിക്കണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ എന്നാ പറയത്തുള്ളൂ. പ്രതിമായ വിഷ്ണു ബുദ്ധി എന്നാണ് ഭാഷകാരൻ പറയുക. വിഷ്ണുവിന്റെ ബുദ്ധിയെ പ്രതിമയിൽ നടത്തത്തുള്ളൂ. പ്രതിമ അല്ല വിഷ്ണു. വിഷ്ണു എന്നൊരു പങ്ക്തി കാണത്തില്ല നിങ്ങൾ. പ്രതിമയിൽ വിഷ്ണു ബുദ്ധി, വിഷ്ണു ഉപാസന നടത്താനുള്ള സ്ഥാനമാണ് പ്രതിമ. നമ്മൾക്കോ പ്രതിമ തന്നെയല്ല. എന്ത് ചെയ്യും? അപ്പൊ അത്രയും നികൃഷ്ടമായിരിക്കുന്ന ബുദ്ധിക്ക് എവിടെ നിന്നാണ് വേദാന്ത വിചാരം നടക്കുന്ന പ്രശ്നമില്ല മക്കളെ. കാര്യം മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു വേദാന്തിയെ നിർമ്മിച്ചെടുക്കാൻ പറ്റത്തില്ല. ബ്ലഡിലെ വേദാന്തമുള്ള ആൾക്കാരെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾക്ക് ഈ പറയുന്ന ആൾക്കാരെയും കാണാൻ പറ്റിയേക്കാം, പക്ഷെ മിക്കവാറും ഉപാസകന്മാർ മാത്രമായിരിക്കും അവര്. ഇത് കേട്ട് കഴിഞ്ഞാൽ കരുതുള്ളൂ. ഇങ്ങനെ അവൻ പിന്നെ പണ്ട് എനിക്ക് എന്തൊക്കെ ടൈറ്റിൽ ഉണ്ട്, ഈശ്വര നിഷേധി, ദേവതാ നിഷേധി, ഇങ്ങനെ കുറെ സാധനമുണ്ട്. ടീക്കെ, വെറുതെ പറഞ്ഞത് അങ്ങേര് ഈശ്വര നിഷേധി ആണെങ്കിലും എന്നാണ്. ആയിക്കോട്ടെ, ഒന്നും പ്രശ്നമൊന്നുമില്ല. ആ പറഞ്ഞ ആള് പിന്നെ ആയുർവേദത്തിലേക്കാണ് കാല് വെച്ചതെന്നുള്ളതാണ്. സന്യാസി. ആയുർവേദമല്ല, രണ്ടുപേര് സിദ്ധവൈദ്യം ചെയ്യും കേട്ടോ. ചെയ്യാൻ പാടില്ല. ഒരു പരിപാടി ചെയ്യാൻ പാടില്ല, പക്ഷെ ഇതൊക്കെ ചെയ്യും. കുണ്ടലിനി ഉപാസന എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അദ്വൈത വേദാന്തത്തിൽ കാണിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഷഡ് ദർശനങ്ങളിൽ കാണിച്ചു തരാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ കേരളത്തിലെ പല ആചാര്യന്മാരും കുണ്ടലിനി ഉപാസന മുന്നിൽ വെച്ച് കടന്നുപോയ ആൾക്കാരില്ലേ? അപ്പൊ ജനങ്ങളോട് എന്താ പറഞ്ഞത്? ഇതാണ് മാർഗം എന്നല്ലേ? അത് അദ്വൈത മാർഗമല്ലല്ലോ. പക്ഷെ നമ്മളങ്ങനെ വിശ്വസിക്കേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാ? നമ്മൾക്ക് വിഷയം അറിയാത്തത് കൊണ്ട്. നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ഇങ്ങനത്തെ അല്ലല്ലോ, വ്യത്യാസം കാണുന്നുണ്ടല്ലോ എന്ന് ശങ്കയെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ടീക്കെ, എന്തുകൊണ്ടാ? ഒന്ന് പറയാനുള്ള ആർജവം, ഋജുത്വം എന്നാണ്, ലാളിത്യം എന്നാണ് ആർജവത്തിന്റെ അർത്ഥം, അല്ലാതെ ഭയങ്കരത്വം ഒന്നല്ല. പറയാൻ പറ്റണം. രണ്ടാമത്തെ മനസ്സിലാക്കാൻ പറ്റണം. അത് മനസ്സിലാക്കണമെങ്കിലോ അങ്ങനെ ഇരിക്കുന്ന ഒരു ഗുരുവിനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണം. അവരും അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഗുരു പറയാൻ വേദാന്തി ചെയ്യുന്നത് കർമ്മകാണ്ഡവും ഉപാസനയാണെങ്കിൽ ശിഷ്യൻ അങ്ങനെ വളരത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം. പറയത്തില്ല, എന്താണ് കഴുക്കോൽ ഒന്ന് വളഞ്ഞാല് മോന്തായം വളഞ്ഞ കഴുക്കോൽ മൊത്തം വളയുമെന്ന് പറഞ്ഞ പോലെയാണ് സംഭവം. അതായത് വിചാരത്തിലിരിക്കുന്ന ആചാര്യരിൽ നിന്ന് പഠിക്കുന്ന ശിഷ്യന്മാർക്ക് പോലും ഉപാസന വിട്ട് വിചാരത്തിലേക്ക് വരാൻ പാടാണ്. പിന്നെ ഉപാസകനായിരിക്കുന്ന ഗുരുവിൽ നിന്ന് പഠിക്കുന്ന ആൾക്കാരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം? ഇത് വിചാരമാർഗമാണിത്, ഉപാസന മാർഗമല്ല. ഉപാസന പറയുന്നത് എന്തിനു വേണ്ടിയാ? ഉപാസനയുടെ ഫലം ലോകാന്തർഗതമായതിനാൽ കിരണഗർഭ ലോകം വരെയുള്ള ലോകങ്ങളിൽ ആർക്കാണ് വൈരാഗ്യമുള്ളത് അവന് മാത്രമേ ആധികാരികത ബ്രഹ്മകാണ്ഡത്തിലുള്ളൂ എന്നുള്ളത് കൊണ്ട് ഉപാസന ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ ദേവത ഉപാസന, തസ്മാത് മുമുക്ഷു ദേവത ആരാധന പരോ ഭവേത് എന്ന് പറഞ്ഞതേ ദേവതാരാധന എന്നുള്ള ദേവത ഉപാസന മാത്രമാണെന്ന് കരുതരുത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവോം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണായ.